വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാല അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അൽ ഹാഫിദ് അൻ-നവവി റഹിമഹുല്ലാഹ് രചിച്ചിട്ടുള്ള അൽ അർബഊൻ അൻ-നവവിയാണ് നമ്മൾ വായിച്ചു വരുന്നത്. 23 ഹദീസുകൾ ഇതിനകം നമ്മൾ വിശദീകരണത്തോടു കൂടി വായിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് 24-ാമത്തെ ഹദീസാണ് ഇന്ന് നമ്മൾ വായിക്കേണ്ടത്. 24-ാമത്തെ ഹദീസ് സുദീർഘമായ ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഖുദ്സിയായ ഒരു ഹദീസാണ്. ആ ഹദീസ് കേൾക്കാം. അൻ അബീ ദർറിൻ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു عن النبي صلى الله عليه وسلم فيما يرويه عن ربه عز وجل أنه قال يا عبادي إني حرمت الظلم على نفسي وجعلته بينكم محرما فلا تظالموا يا عبادي كلكم ضال إلا من هديته فاستهدوني أهدكم يا عبادي كلكم جائع إلا من أطعمته فاستطعموني أطعمكم يا عبادي كلكم عار إلا من كسوته فاستكسوني أكسكم يا عبادي إنكم تخطئون بالليل والنهار وأنا أغفر الذنوب جميعا فاستغفروني أغفر لكم يا عبادي إنكم لن تبلغوا ضري فتضروني ولن تبلغوا نفعي فتنفعوني يا عبادي لو أن أولكم وآخركم وإنسكم وجنكم كانوا على أتقى قلب رجل واحد منكم ما زاد ذلك في ملكي شيئا يا عبادي لو أن أولكم وآخركم وإنسكم وجنكم كانوا على أفجر قلب رجل واحد منكم ما نقص ذلك من ملكي شيئا يا عبادي لو أن أولكم وآخركم وإنسكم وجنكم قاموا في صعيد واحد فسألوني فأعطيت كل واحد مسألته ما نقص ذلك مما عندي إلا كما ينقص المخيط إذا أدخل البحر يا عبادي إنما هي أعمالكم أحصيها لكم ثم أوفيكم إياها فمن وجد خيرا فليحمد الله ومن وجد غير ذلك فلا يلومن إلا نفسه. വലിയൊരു ഹദീസാണ് സഹോദരങ്ങളെ, സുദീർഘമായ ഒരു ഹദീസാണ് നാം കേട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലെങ്കിൽ അവിടത്തേക്ക് ഇറങ്ങിയിട്ടുള്ള വഹീകൾ നാം പരിശോധിച്ചു കഴിഞ്ഞാൽ 3 രൂപത്തിലുള്ള വഹീകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ളത്. ഒന്നാമത്തേത്, അതിൻ്റെ ആ വഹീൻ്റെ മഅനയും അതിൻ്റെ ലഫ്ലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടേതായിരിക്കും. അഥവാ നമ്മുടെ പരിശുദ്ധ ഖുർആൻ പോലത്തത്, അതിൻ്റെ ലഫ്ലും മഅനയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടേതാണ്. അതുകൊണ്ട് പാരായണം ചെയ്താൽ അത് ഇബാദത്താണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. രണ്ടാമത്തെ രൂപത്തിലുള്ളത്, അതിൻ്റെ മഅന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടേതായിരിക്കും, എന്നാൽ അതിൻ്റെ ലഫ്ൽ, അത് പറയുന്ന വാക്കുകൾ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതായിരിക്കും. നാം കേൾക്കുന്ന ഹദീസുകളെല്ലാം സഹോദരങ്ങളെ ആ നിലക്കുള്ളതാണ്. അതിൻ്റെ ആശയം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുന്ന ആശയമാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ ആശയമാണ് എത്തിക്കുന്നത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വാചകങ്ങളിലൂടെ ഹദീസായി, മുത്തുമൊഴികളായി നമുക്ക് എത്തിച്ചു തന്നിരിക്കുന്നത്. മൂന്നാമത്തത് ഒരു വിഭാഗമാണ്, അതിലാണ് ഈ ഹദീസ് പെടുന്നത്, ഇന്ന് വായിച്ച ഈ ഹദീസ് പെടുന്നത്. ആ വിഭാഗം വഹി, അതിൻ്റെ മഅന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തന്നെയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് അറിയിച്ചു തരുന്ന വാചകങ്ങളാണ്. അത് ഖുർആനല്ല, ഹദീസാണ്. ഖുദ്ദൂസായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ചേർത്തിക്കൊണ്ട്, പരിശുദ്ധനായ റബ്ബിലേക്ക് ചേർത്തിക്കൊണ്ട് അൽ ഹദീസുൽ ഖുദ്സി എന്നാണ് അത്തരം ഹദീസുകളെ അറിയപ്പെടുന്നത്. ഇത്തരം ഹദീസുകളും നാം ആദ്യം പറഞ്ഞ ഇനമായ ഖുർആനും തമ്മിൽ വ്യത്യാസമുണ്ട്. പരിശുദ്ധ ഖുർആൻ സഹോദരങ്ങളെ, മുസ്ലിം ഉമ്മത്തിൻ്റെ ഇജ്മാ ഉള്ള കാര്യമാണ്. അത് പാരായണം ചെയ്താൽ പ്രതിഫലാർഹമായ കാര്യമാണ്. പാരായണം ചെയ്യുന്നതിൽ പ്രതിഫലമുണ്ട്. എന്നാൽ ഖുദ്സിയായ ഹദീസുകളെ സംബന്ധിച്ചിടത്തോളം അത് കേവല പാരായണത്തിനല്ല നമുക്ക് പ്രതിഫലാർഹമാകുന്നത്, അതിൻ്റെ വാക്യങ്ങൾക്കോ അതിൻ്റെ ലഫ്ലുകൾക്കോ അല്ല പ്രതിഫലാർഹമാകുന്നത്, മറിച്ച് അതിൻ്റെ ആശയങ്ങൾ പഠിച്ചു മനസ്സിലാക്കുക എന്നുള്ളതാണ് സഹോദരങ്ങളെ നമുക്ക് ബാധ്യതയായിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഹദീസിൽ നിന്നും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഖുദ്സിയായ ഹദീസിലുള്ള വാക്കുകൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണോ അതല്ല അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്കാണോ എന്നുള്ളതിൽ
പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആധുനിക പണ്ഡിതന്മാരിൽ തന്നെ അത്തരം അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. അല്ലല്ലാമ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് ഒക്കെ പറഞ്ഞതുപോലെ നാം പറഞ്ഞ ഈ മൂന്നാമത്തെ അഭിപ്രായം അതാണ്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്കുകൾ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് ഖാല അല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു എന്നൊക്കെയാണ്. അതുപോലെ ഹദീസിന്റെ വാചകങ്ങളിലും യാ ഇബാദി, എൻ്റെ അടിമകളെ എന്നാണുള്ളത്. അതൊരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയില്ല. അത് അള്ളാഹുവിൻ്റെ വാക്കുകൾ തന്നെയാണ് എന്നൊക്കെയാണ് അവർ അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ നിരത്തിയിട്ടുള്ളത്. നോക്കൂ സഹോദരങ്ങളെ, ഈ ഹദീസ് ഇത് മഹാന്മാരായ പണ്ഡിതന്മാർ വലിയ ആദരവ് നൽകിയിട്ടുള്ള ഒരു ഹദീസാണ്. എത്രത്തോളം ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഇന്നഹു അഷ്റഫു ഹദീസിൻ ലി അഹ്ലി ഷാം, ഷാമുകാർ റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിൽ ഏറ്റവും ഷറഫാക്കപ്പെട്ട ശ്രേഷ്ഠതയുള്ളൊരു ഹദീസാണ്. കാരണം ഇതിന്റെ പരമ്പരയിലുള്ള ആളുകളെല്ലാം ദമസ്കസിലുള്ള ദിമഷ്കികളാണ്. ലി അന്ന റുവാത്ത് അൽ ഹദീസ് ദിമഷ്കിയൂൻ, അതിന്റെ റാവിമാരെല്ലാം തന്നെ ഡമസ്കസുകാരാണ്. അതുകൊണ്ട് ഷാമുകാർക്ക് കിട്ടിയ, അവർ കൊണ്ടുവന്നിട്ടുള്ള ഹദീസുകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരു ഹദീസ് തന്നെയാണ് ഇത് എന്നാണ്. അതുപോലെ മഹാനായ അബൂ ഇദ്രീസ് അൽ ഖൗലാനി റഹിമഹുല്ലാഹ് ഈ ഹദീസ് ഉദ്ധരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മുട്ടിൽ വീഴുമായിരുന്നു എന്നാണ്. അതിന്റെ ആദരവോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്കുകൾ കേൾക്കുന്ന സമയത്ത് ബഹുമാന ആദരവോടുകൂടി അദ്ദേഹം തന്റെ മുട്ടിൽ വീഴുമായിരുന്നു എന്ന് അദ്ദേഹത്തെ കുറിച്ച് സഹോദരങ്ങളെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മുൻഗാമികൾ വളരെയധികം ശ്രേഷ്ഠത നൽകിയിട്ടുള്ള ഒരു ഹദീസാണിത്. ഈ ഹദീസ് പരിശോധിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമുക്കുണ്ടായിരിക്കേണ്ട, അള്ളാഹുവിൽ നമ്മളുടെ ബരമേൽപ്പിക്കൽ, തവക്കുൽ, അതിനെ കൃത്യമായി എങ്ങനെ സാക്ഷാത്കരിക്കാമെന്ന് നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്കാണ് നമ്മൾ ഏൽപ്പിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ കയ്യിലാണ് മുഴുവൻ കാര്യങ്ങളും. അടിമകളായ നാം ഫുഖറാക്കളാണ്, ആവശ്യക്കാരാണ്, ദരിദ്രന്മാരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ഗനിയായിട്ടുള്ളവൻ, പരാശ്രയമുക്തനായിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല ധന്യനാണ്. അവനിലേക്കാണ് കാര്യങ്ങളെല്ലാം നമ്മൾ മടക്കേണ്ടത്. നമ്മുടെ ആവശ്യങ്ങളും എല്ലാ പൂർത്തീകരണങ്ങളും അവനിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ എന്ന കാര്യം ഈ ഹദീസ് അറിയിക്കുന്നുണ്ട്. ഇതിന്റെ വാചകങ്ങൾ വായിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഹദീസിനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ, നമ്മൾ കേട്ടു യാ ഇബാദി യാ ഇബാദി, ഒരുപാട് തവണ നമ്മളത് കേട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല 10 തവണ ഈ ഹദീസിൽ യാ ഇബാദി എന്ന് പറയുന്നുണ്ട്. ആ 10 തവണയുള്ള ഹദീസിന്റെ വാചകങ്ങൾ, ശേഷം പറഞ്ഞ കാര്യങ്ങൾ പണ്ഡിതന്മാർ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളായി വേർതിരിച്ചത് കാണാൻ സാധിക്കും. അതിലൊന്നാമത്തേത് അവർ പറയുന്നു, അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളോട് ഒരു കാര്യം പ്രഖ്യാപിക്കുകയാണ്, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും ഒരു അക്രമവും അവർക്കുണ്ടാവുകയില്ല എന്നുള്ളത്. ആദ്യത്തെ ഭാഗവും അവസാനത്തെ ഭാഗവും അത് സൂചിപ്പിക്കുന്ന കാര്യമാണ്. അള്ളാഹു അവന് ളുൽമ് അവന് ഹറാമാക്കിയിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരടിമകളോടും അള്ളാഹു തആല എന്ത് ചെയ്യുകയില്ല, അക്രമം ചെയ്യുകയില്ല എന്നറിയിക്കുന്ന കാര്യമാണത്. അവസാനത്തെ ഭാഗവും അങ്ങനെ തന്നെയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിലും ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഫലാ യഖാഫു ളുൽമൻ വലാ ഹദ്മ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും ഒരു ളുൽമോ ഒരു ഹദ്മോ, അവർ ചെയ്ത പ്രതിഫലങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കുറഞ്ഞു പോകുകയോ അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു അക്രമം റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയോ അങ്ങനെ അവർക്ക് പേടിക്കേണ്ടതില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്ഖാല ദർറ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മിസ്ഖാല ദർറ, ഒരു ചെറിയ ധാന്യമണിയുടെ അത്രയെങ്കിലും ഒരു അക്രമം റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നിന്നും ഉണ്ടാവുകയില്ല. അല്ലെങ്കിൽ ഒരു ഉറുമ്പിന്റെ കാലിന്റെ അത്രയും ഭാഗം, അത്ര പോലും ദുൽമ് റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയില്ല. വ ഇൻ തകു ഹസനതൻ യുദഇഫ്ഹാ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്താൽ റബ്ബ് സുബ്ഹാനഹു വ തആല അത് ഇരട്ടിയാക്കിയിട്ടാണ് നിങ്ങൾക്ക് പ്രതിഫലം നൽകുന്നത്. വയുതി മിൻ ലദുൻഹു അജ്റൻ അളീമ, അല്ലാഹു ഒരുപാട് മഹത്തായ പ്രതിഫലം നിങ്ങൾക്ക് നൽകുകയാണ്. അല്ലാഹു ഒരു അക്രമം ഒരാളോടും ചെയ്യുകയില്ല എന്നുള്ളതാണ്. അഥവാ പണ്ഡിതന്മാർ പറയാറുള്ളത് അള്ളാഹുവിന്റെ അടിമകളോടുള്ള മുആമലാത്ത് അത് മാ ബൈനൽ അദ്ലി വൽ ഫദ്ലി വൽ അഫു എന്നാണ് അവർ പറയാറുള്ളത്. ഒന്നുകിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പരിപൂർണമായ നീതിയായിരിക്കും നിനക്ക് അവിടെ കാണാൻ സാധിക്കുക, അല്ലെങ്കിൽ അള്ളാഹു തആലയുടെ ഔദാര്യമാണ്, ഫദ്ലാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അള്ളാഹുവിന്റെ അഫുവാണ്, അള്ളാഹു മാപ്പാക്കിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വിട്ടുതരുന്നതാണ് കാണാൻ സാധിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഒരു അമലിലും അള്ളാഹുവിന്റെ ഒരു പ്രവർത്തനത്തിലും അടിമകളോടുള്ള ഒരു മുആമലാത്തിലും അള്ളാഹു ഒരു തരി പോലും എന്ത് ചെയ്യില്ല, അനീതി ചെയ്യുകയില്ല എന്ന കാര്യമാണ്. അപ്പോൾ ഒന്നാമത്തെ ഈ 10 ഹദീസിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറയുന്നത് സഹോദരങ്ങളെ ഇതാണ്, റബ്ബ് സുബ്ഹാനഹു വ തആല
ഒരാളോടും ഒരു അനീതിയും കാണിക്കുകയില്ല എന്ന കാര്യം അടിമകൾക്ക് വാഗ്ദാനം ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അടിമകളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ് ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട ഭാഗം പറയുമ്പോൾ അത് പറയുന്നുണ്ട്. നമുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്? ളുൽമ് നിഷിദ്ധമാക്കിയിട്ടുണ്ട് എന്നാണ്. രണ്ടാമത്തെ അസലിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഇതിന് ശേഷം ഒന്നാമത്തെ ആ യാ ഇബാദി വിളിക്ക് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകൾക്ക് ളുൽമ് അത് നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് പറയുന്ന 4 കാര്യങ്ങളിലൂടെയും അടിമകളെ ബോധ്യപ്പെടുത്തുന്നത് അടിമകളെല്ലാം തന്നെ നിരുപാധികമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആവശ്യക്കാരായ ഫുഖറാക്കളായ ആളുകളാണ്. മുഴുവൻ റബ്ബിലേക്ക് അവർ അർപ്പിക്കേണ്ടതുണ്ട് അവരുടെ കാര്യങ്ങൾ എന്നറിയിക്കുന്ന കാര്യമാണ്. ബാക്കിയുള്ള അവസാനത്തെ ആ യാ ഇബാദി വിളിക്ക് മുമ്പുള്ള 4 എണ്ണം, അഥവാ ഈ പറയുന്ന 4 എണ്ണത്തിന് ശേഷമുള്ള 4 യാ ഇബാദി വിളികളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അവനാണ് പരിപൂർണനായവൻ, അവൻ മാത്രമാണ്, അവനിലേക്കാണ് നമ്മെല്ലാം മടങ്ങേണ്ടത് എന്നറിയിക്കുന്ന അസ്ലും സഹോദരങ്ങൾ അതിൽ കാണാൻ സാധിക്കും. അത് ഓരോ ഭാഗങ്ങളായി ഇൻഷാ അല്ലാഹ് വായിക്കുകയും അതിൻ്റെ മഹാന്മാരായ പണ്ഡിതന്മാർ നൽകിയ വിശദീകരണങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു, യാ ഇബാദി ഇന്നി ഹറംതു ളുൽമ അലാ നഫ്സി വജഅൽതുഹു ബൈനകും മുഹറമ ഫലാ തദാലമു. യാ ഇബാദി, എൻ്റെ അടിമകളെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അല്ലാഹു എൻ്റെ അടിമകളെ എന്നിവിടെ വിളിക്കുന്നത് ആരെയൊക്കെയാണ്? പണ്ഡിതന്മാർ പറയുന്നു 3 അഭിപ്രായങ്ങൾ അവർ പറയുന്നുണ്ട്. അവർ പറയുന്നു, ഒന്ന്, അത് മനുഷ്യന്മാരെയും ജിന്നുകളെയുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് എന്നാണ്. കാരണം ഈ ഹദീസിന്റെ അവസാന ഭാഗത്ത് വ ഇൻസക്കും വ ജിന്നക്കും, നിങ്ങളിലെ മനുഷ്യരും നിങ്ങളിലെ ജിന്നുകളും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതാവാം ഉദ്ദേശിക്കുന്നത് യാ ഇബാദി എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ അടിമകളെ എന്ന് വിളിക്കുന്നത് മുഴുവൻ മനുഷ്യരെയും ജിന്നുവർഗത്തെയുമാണ് എന്നാണ്. വേറെ ചിലർ പറഞ്ഞു, അല്ല, അതോടൊപ്പം മലക്കുകൾ കൂടിയുണ്ട് എന്നാണ്. മലക്കുകൾ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ യാ ഇബാദി എന്ന വിളിയിൽ ഉൾപ്പെടുന്നുണ്ട്. മലക്കുകൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ സാധിക്കാത്തതാണെങ്കിലും മലക്കുകൾ ഭൂമിയിലും ആകാശത്തുമായി വസിക്കുന്നവരാണ്, അള്ളാഹുവിൻ്റെ അടിമകളാണ് എന്നാണ്. വേറെ ചില പണ്ഡിതന്മാർ പറയുന്നു അള്ളാഹുവിൻ്റെ മുഴുവൻ പടപ്പുകളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തെല്ലാം പടച്ചിട്ടുണ്ടോ അതെല്ലാം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ച് വഴിപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ അടിമകളായി ജീവിക്കുന്നവരാണെങ്കിലും ശരി, അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഒരിക്കലും പുറത്തു കടക്കാനാവാത്ത വിധം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ഖഹ്റിൽ, അവൻ്റെ അടക്കി വാഴ്ചയിൽ അടിമകളായി ജീവിക്കുന്ന ആളുകളാണെങ്കിലും ശരി. അല്ല, ദുനിയാവിലെ മുഴുവൻ ആളുകളും റബ്ബിൻ്റെ അടിമകൾ തന്നെയാണ്. മുസ്ലിം ആണെങ്കിലും കാഫിർ ആണെങ്കിലും അള്ളാഹുവിൻ്റെ അടിമ തന്നെയാണ്. അള്ളാഹുവിൻ്റെ അടിമത്തത്തിൽ നിന്നും പുറത്തു കടക്കാൻ ഒരു മനുഷ്യന് സാധിക്കുകയില്ല. ഇൻ കുല്ലു മൻ ഫിസ് സമാവാതി വൽ അർദി ഇല്ലാ ആതിർ റഹ്മാനി അബ്ദ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മറിയമിൽ പറയാണ്, ആകാശഭൂമികളിലുള്ള മുഴുവൻ ആളുകളും റഹ്മാനായ റബ്ബിന്റെ മുന്നിൽ അവർ വരുന്നതാണ്. മുഴുവൻ അടിമകളും റബ്ബിന്റെ അടുക്കലേക്ക് എത്തുന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവരും അള്ളാഹുവിന്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കുകയില്ല. അള്ളാഹുവിന്റെ പ്രാപഞ്ചികമായ നിയമങ്ങളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയില്ല, അതിൽ പുറത്തു കടക്കാൻ സാധിക്കുകയില്ല. അവരവരുടെ ഉദ്ദേശത്തിലല്ല ഇവിടെ ജനിച്ചു വീഴുന്നത്, അവരുദ്ദേശിക്കുമ്പോഴും അല്ല മരിക്കുകയും ചെയ്യുന്നത്. ഈ ഭൂമിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവരുടെ കൈകളിലുമല്ല. അവരെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയന്ത്രണത്തിൻ്റെയും അവൻ്റെ അധികാരത്തിൻ്റെയും കീഴിൽ ജീവിക്കുന്നവരാണ്. ആ നിലക്ക് അവർ അള്ളാഹുവിൻ്റെ അടിമകൾ തന്നെയാണ്. എന്നാൽ രണ്ടാമത്തെ വിഭാഗം ഉബൂദിയത്തുൻ ഇഖ്തിയാർ എന്ന് പറയും. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശർഇൻ, അവൻ്റെ നിയമത്തിന് വഴിപ്പെട്ടുകൊണ്ട് മുവഹിദീങ്ങളായി പുണ്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, ഈ 2 കൂട്ടരും സഹോദരങ്ങളെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാണ്. യാ ഇബാദി എന്ന് പറയുമ്പോൾ 2 കൂട്ടരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. എന്നിട്ട് എന്താണ് റബ്ബ് സുബ്ഹാനഹു വ തആല അവരോട് പറയുന്നത് ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി, തീർച്ചയായും ളുൽമ എന്ന കാര്യത്തെ ഞാൻ എൻ്റെ മേൽ നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ ളുൽമിന് പണ്ഡിതന്മാർ കൊടുത്ത ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഹുവ ജഅലു ഷൈ ഫി ഗൈരി മൗദിഇഹി, ഒരു കാര്യം അതിൻ്റേതല്ലാത്ത സ്ഥാനത്ത് വെക്കുന്നതിനാണ് ളുൽമ്, അക്രമം എന്ന് പറയുന്നത്. വെക്കേണ്ട സ്ഥാനത്ത് വെക്കാതെ വെക്കുക എന്നുള്ളതിനാണ് ളുൽമ് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവർത്തനങ്ങളിലും എല്ലാം തന്നെ ളുൽമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയിരിക്കുന്നു. അല്ലെ, റബ്ബിന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ്. അവന് യോജിക്കാത്ത കാര്യങ്ങൾ അവന് മേൽ നിഷിദ്ധമാക്കിയിരിക്കുകയും അതുപോലെ തന്നെ അവന് നിർബന്ധമായി ഉണ്ടാകേണ്ട അവന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അവന് മേൽ നിർബന്ധമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽപ്പെട്ടതാണ് ളുൽമ് എന്ന് പറയുന്ന കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവർത്തനത്തിൽ എവിടെയും വെച്ചിട്ടില്ല. ആ ളുൽമിനെ അല്ലാഹു തആല തികച്ചും നിഷിദ്ധമാക്കിയിരിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമല്ലാഹു യുരീദു ളുൽമൻ ലിൽ ആലമീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകർക്ക്
എന്ത് ചെയ്തിട്ടില്ല? ളുൽമ് ഉദ്ദേശിച്ചിട്ടില്ല. അപ്പം അതിലെല്ലാവരും പെട്ടു. മനുഷ്യരും ജിന്നുവർഗവും എല്ലാവരും അതിൽപ്പെട്ടു. മുസ്ലിമും കാഫിറും എല്ലാവരും അതിൽപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളോട് ഒരാളോടും ഒരു തരി അനീതി കാണിക്കുന്നവനല്ല. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ റബ്ബുക ബിളല്ലാമിൽ ലിൽ അബീദ്, നിന്റെ റബ്ബ് അടിമകളോട് അക്രമം കാണിക്കുന്നവനല്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാൻ. അതുപോലെ പറഞ്ഞു, ഇന്നല്ലാഹ ലാ യദ്ലിമുൻ നാസ ശൈഅ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളോട് ഒരു അനീതി പോലും കാണിക്കുകയില്ല എന്നാണ്. അപ്പോൾ റബ്ബിന്റെ അടുക്കൽ അവന്റെ ഒരു പ്രവർത്തനത്തിലും ഒരു തരി ളുൽമ് പോലും ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം സഹോദരങ്ങളെ നമ്മൾ ഉറച്ചു വിശ്വസിക്കേണ്ട കാര്യമാണ്. ഈ ഒരു വിശ്വാസം ഒരുപാട് നമുക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്ന കാര്യമാണ്. അല്ലെ, ചില ആളുകൾക്ക് ഖദറിന്റെ വിഷയത്തിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാര്യങ്ങൾ നിശ്ചയിച്ച കാര്യത്തിലൊക്കെ, ഖദറിന്റെ വിഷയത്തിലൊക്കെ പല കാര്യങ്ങളിലൊക്കെ സംശയത്തിലാകുന്ന ആളുകളുണ്ട്. അല്ലെ, അല്ല ഇങ്ങനെയൊക്കെ എല്ലാം നേരത്തെ തീരുമാനിച്ചതാണെങ്കിൽ അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യേണ്ടതുണ്ടോ? അല്ല, അതിനെല്ലാം വ്യക്തമായ ഉത്തരങ്ങൾ പണ്ഡിതന്മാർ പറയാറുണ്ട്. എന്നാൽ അതിനു മുമ്പ് എല്ലാവർക്കും എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഉത്തരം അവർ പറയാറുണ്ട്. അതിൽപ്പെട്ടതാണ് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഒരു പ്രവർത്തനത്തിലും ഒരു തരി അനീതി ഉണ്ടാവുകയില്ല. ഇപ്പം നിന്നോടൊരു കാര്യം നിർബന്ധിച്ച് നീ ചെയ്യാത്ത കാര്യം റബ്ബ് സുബ്ഹാനഹു വ തആല നിന്നെ അടിച്ചേൽപ്പിച്ച് നിന്നോടൊരു അക്രമം പ്രവർത്തിക്കുക, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പ്രവർത്തനത്തിൽ അത് ഉണ്ടാവുകയില്ല. ഒരു മനുഷ്യൻ നരകത്തിൽ പോകുന്നുണ്ടെങ്കിൽ, അവൻ ധിക്കാരിയായി തീർന്നിട്ടുണ്ടെങ്കിൽ, അവനൊരു അക്രമിയായി ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നീതിയുടെ ഭാഗം മാത്രമായിരിക്കും. അള്ളാഹു ഒരാളോടും ഒരു തരി പോലും അക്രമം ചെയ്യുകയില്ല. ഒരാൾ അള്ളാഹുവിന് വഴിപ്പെടാതെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു അവന്റെ മേൽ നിർബന്ധിച്ച് ചെയ്ത ഒരു കാര്യവുമല്ല, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അനീതിയുമല്ല എന്നുള്ള കാര്യം സഹോദരങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ വേറെ ചില ആളുകൾ അതേപോലെ ചോദിക്കാറുണ്ട്, നമ്മളൊക്കെ മുസ്ലിമീങ്ങളായ ഉപ്പയും ഉമ്മയുടെ ഒക്കെ മക്കളായി ജനിച്ചതുകൊണ്ട് നമ്മൾ മുസ്ലിമീങ്ങളായി, എന്നാൽ നമ്മുടെ ചുറ്റും ഒരുപാട് ആളുകൾ അവർ കാഫിരീങ്ങളായി ജീവിക്കുകയാണ്. അവരുടെ അച്ഛനും അമ്മയൊക്കെ കാഫിരീങ്ങളായതുകൊണ്ട് അവരും കാഫിരീങ്ങളായി. അപ്പോൾ അത് നീതിയാകുമോ? നമുക്കങ്ങനെ വെറുതെ കിട്ടി, പക്ഷെ അവർക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല എന്നുള്ളത് സഹോദരങ്ങൾ, അത് പൊതുവായി പണ്ഡിതന്മാർ പറയാറുള്ള ഉത്തരങ്ങളിൽ ഒന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളോടും ഒരു തരി പോലും ദുൽമാണിക്കുകയില്ല. ഒരു കാഫിറിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ ഇടുന്നുണ്ടെങ്കിൽ അത് അവന്റെ നീതിയുടെ പൂർണ്ണത മാത്രമാണ്. ഒരു തരി ദുൽമ റബ്ബ് സുബ്ഹാനഹു വ തആല കാണിക്കുകയില്ല. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കേട്ട ഒരുവൻ യഹൂദിയാകട്ടെ നസ്രാണിയാകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കേട്ടിട്ടുണ്ട് എങ്കിൽ അവന്റെ ബാധ്യതയിൽപ്പെട്ടതാണ് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അന്വേഷിച്ച് കേട്ട് മനസ്സിലാക്കി ദീൻ സ്വീകരിക്കുക എന്നുള്ളത്. അത് അവന്റെ ബാധ്യതയിൽപ്പെട്ട കാര്യമാണ്. അതല്ലാതെ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരാളോടും ഒരു തരി അനീതി കാണിക്കുകയില്ല. കൃത്യമായി ദീൻ മനസ്സിലാക്കാനുള്ള എല്ലാ രൂപത്തിലുള്ള കഴിവും ശക്തിയും വ്യക്തമായ തെളിവുകളും റബ്ബ് സുബ്ഹാനഹു വ തആല നിരത്തിയിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ പാകമുള്ള ബുദ്ധിയും ശക്തിയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ അടിമകൾക്കും നൽകിയിട്ടുണ്ട്. ഇതെല്ലാം നൽകിയിട്ടും ഇതിനെ വകവെക്കാതെ, തനിക്ക് നൽകിയ ബുദ്ധിയും ശക്തിയൊന്നും സഹോദരങ്ങളെ അതൊന്നും വകവെക്കാതെ തൻ്റെ ദേഹേച്ഛകൾക്കും പാരമ്പര്യവാദങ്ങൾക്കും പിന്നാലെ പോകുമ്പോഴാണ് ആളുകൾ കാഫിരീങ്ങളായി തുടരുന്നതും അങ്ങനെ മരിച്ചു പോവുകയും ചെയ്യുന്നത്. അല്ലാതെ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും ഒരു തരി ളുൽമ പോലും അതിലില്ല എന്നുള്ള കാര്യം സഹോദരങ്ങൾ നമ്മൾ സാന്ദർഭികമായി പറഞ്ഞതാണ്. അത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്താണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്? ഇന്നി ഹറംതു ളുൽമ അലാ നഫ്സി വജഅൽതുഹു ബൈനകും മുഹറമാ. അതുകൊണ്ട് ആ ളുൽമിനെ നിങ്ങൾക്കിടയിലും റബ്ബ് സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അടിമകളായ നമ്മയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അടിമകളെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങൾ പരസ്പരം ളുൽമ ചെയ്യാൻ പാടില്ല. ഫലാ തളാലമു, നിങ്ങൾ പരസ്പരം ളുൽമ ചെയ്യാൻ പാടില്ല റബ്ബ് സുബ്ഹാനഹു വ തആല പറയാൻ. കാരണം നിങ്ങൾക്കിടയിൽ അല്ലാഹു തആല ളുൽമിനെ നിഷിദ്ധമാക്കിയിരിക്കുന്നു. ളുൽമിന് എല്ലാ നിലക്കും നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഇവിടെ പണ്ഡിതന്മാർ പറയാറുണ്ട്, ളുൽം എന്ന് പറയുന്നത് അത് എല്ലാവരോടും നിഷിദ്ധമാണ്. ഒരാളോട് പോലും ളുൽമ് അനുവദിക്കപ്പെടുകയില്ല. മുസ്ലിമിനോടൊന്നും മാത്രമല്ല, മുസ്ലിമീങ്ങളായ സഹോദരങ്ങളോട് മാത്രം കാണിക്കേണ്ട ഒരു മര്യാദയല്ല നീതിയോടുകൂടി വർത്തിക്കുക എന്നുള്ളത്. ഒരാളോടും ളുൽമ ചെയ്യാൻ പാടില്ല. ഒരു കാഫിറിനോട് പോലും ളുൽമ ചെയ്യാൻ പാടില്ല. നമ്മൾ കൃത്യമായ നീതിയോടുകൂടി മാത്രമേ വർത്തിക്കാൻ പാടുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാരണം ളുൽമിനെ നിരുപാധികം നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നാണ്. എന്നാൽ അടിമകൾ സംബന്ധിച്ചിടത്തോളം ഈ നിയമം നിരുപാധികം അവർ പാലിക്കുന്നവരാണോ? അല്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശർഈയായ നിയമമാണ്. ആരും പരസ്പരം അക്രമം ചെയ്യാൻ പാടില്ല എന്നുള്ളത്. എന്നാൽ അള്ളാഹു നമ്മുടെ പ്രാപഞ്ചികമായി ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആളുകളൊക്കെ പരസ്പരം ഒരുപാട് അക്രമം ചെയ്യുന്നുണ്ട്. അല്ല, സ്വന്തത്തോട് തന്നെ അക്രമം ചെയ്യുന്നതാണ് മനുഷ്യരിൽ അധികവും. അല്ല, അക്രമത്തെക്കുറിച്ച് പണ്ഡിതന്മാർ പറയാറുള്ളത് അങ്ങനെയാണ്. അക്രമം രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ളുൽമുൽ അബ്ദി ലി നഫ്സിഹി, തൻ്റെ സ്വന്തം നഫ്സിനോട് ചെയ്യുന്ന ളുൽമുണ്ട്.
രണ്ടാമത്തത് മറ്റുള്ളവരോട് ചെയ്യുന്ന ദുൽമുണ്ട്. എന്താണ് സ്വന്തം നഫ്സിനോട് ചെയ്യുന്ന ദുൽമ എന്ന് പറയുന്നത്? ഓരോ മനുഷ്യരും അവനോട് തന്നെ ദുൽമ ചെയ്യുന്നുണ്ട്, അവനോട് തന്നെ അക്രമം ചെയ്യുന്നുണ്ട്. അതിന് പണ്ഡിതന്മാർ വീണ്ടും രണ്ടായി വേർതിരിച്ചത് കാണാൻ സാധിക്കും. ഒന്ന്, ഏറ്റവും വലിയ ദുൽമെന്നറിയപ്പെടുന്ന, തൗബ ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരികയില്ല എന്ന് പറഞ്ഞ ദുൽമ്. ഏതാണ് ആ ദുൽമ്? ഷിർക്ക് എന്ന് പറയുന്ന ദുൽമാണ്. അള്ളാഹു തആല പറഞ്ഞു, ഇന്ന ശിർക ലദുൽമുൻ അളീം. തീർച്ചയായും ഷിർക്ക് എന്ന് പറയുന്നത് അത് വമ്പിച്ച അക്രമമാണ്, ഏറ്റവും ഗൗരവമുള്ള അക്രമമാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. കാരണം ഖാലിഖായ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മഖ്ലൂഖായ പടപ്പുകളോട് സാമ്യതപ്പെടുത്തലാണ്, അല്ലെങ്കിൽ സാദൃശ്യപ്പെടുത്തലാണ് അത് എന്ന് പറയുന്നത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം തികഞ്ഞ റബ്ബിനോട് സാധാരണ ഒന്നിനും കഴിവില്ലാത്ത പടപ്പുകളായ ദുർബലരായ പടപ്പുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് തുലനം ചെയ്യുക എന്നുള്ളതാണ് ഷിർക്ക് എന്ന് പറയുന്നത്. അത് എത്ര വലിയ ദുൽമാണ്! ഒരിക്കലും യോജിക്കാൻ സാധിക്കാത്ത, ബുദ്ധിക്കോ ദീനിനോ ഒന്നിനും തന്നെ യോജിക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണ്. അതിന് യാതൊരു ചെയ്യാനുള്ള ദേഹേച്ഛകൾ പോലുമില്ല. എന്നിട്ടും റബ്ബ് സുബ്ഹാനഹു വ തആലയെ പങ്കു ചേർക്കുകയാണ് ഷിർക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അതാണ് ഏറ്റവും വലിയ ദുൽമ്. അതിനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. അള്ളാഹു പങ്കു ചേർക്കുന്നത് അള്ളാഹു പുറത്തു തരികയില്ല എന്നാണ്. അഥവാ തൗബ ചെയ്യാതെ ഒരാൾ ഷിർക്ക് ചെയ്ത് മരണപ്പെട്ടു പോയാൽ റബ്ബ് സുബ്ഹാനഹു വ തആല അത് പുറത്തു തരികയില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞ കാര്യമാണ്. രണ്ടാമത്തെ ദുൽമ് എന്ന് പറയുന്നത് മനുഷ്യർ സ്വന്തത്തോട് ചെയ്യുന്ന രണ്ടാമത്തെ ദുൽമ്, അത് ഒന്നുകിൽ അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് സ്വന്തത്തോട് ദുൽമ് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ കാര്യങ്ങൾ പ്രവർത്തിക്കാതെ അതിൽ അലംഭാവം കാണിച്ചുകൊണ്ട് സ്വന്തത്തോട് ദുൽമ് ചെയ്യുന്ന ആളുകളുണ്ട്. ഈ കാര്യങ്ങളെക്കുറിച്ച് പണ്ഡിതന്മാർ പറയാറുള്ളത്, ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മശീഅത്തിന്റെ കീഴിലാണ്. ഇത്തരം ദുൽമുകൾ അള്ളാഹു പുറത്തു തരണമോ വേണ്ടേ എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കും. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ശിർക്ക്, കുഫ്ർ പോലെയുള്ള കാര്യങ്ങൾ അള്ളാഹു പുറത്തു തരികയില്ല. എന്നാൽ അതിന് കീഴെയുള്ള ഈ പറയുന്ന പാപങ്ങൾ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുകയാണെങ്കിൽ അവൻ പുറത്തു തരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് രണ്ടും സ്വന്തത്തോട് ചെയ്യുന്ന ദുൽമുകളാണ്. രണ്ടാമത്തേത് സഹോദരങ്ങളെ, മറ്റുള്ളവരോട് ചെയ്യുന്ന ദുൽമുകളാണ്. ഇത് വളരെ ഗൗരവമുള്ളൊരു കാര്യം തന്നെയാണ്. മറ്റുള്ളവരോട് ചെയ്യുന്ന ദുൽമുകളെ കുറിച്ച് പണ്ഡിതന്മാർ പറയാറുള്ളത്, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നൊന്നും വിട്ടുതരികയില്ല, അള്ളാഹുവിനോട് കാണിക്കുന്ന ഈ ദുൽമ് എന്ന് പറയും, സ്വന്തത്തോട് നീ കാണിക്കുന്ന ദുൽമ്, അള്ളാഹു നിനക്ക് നിർബന്ധമാക്കിയ കാര്യങ്ങൾ ഒഴിവാക്കുക, അല്ലെങ്കിൽ അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ നീ ചെയ്യുക. റബ്ബ് സുബ്ഹാനഹു വ തആല മശീയത്തിന് കീഴാണ്, പുറത്തുനിന്നേക്കാം. പക്ഷേ ആളുകളോട് കാണിക്കേണ്ടതായ വല്ല ഹക്കിടപാടുകളാണെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അതിൻ്റെ ഇടപാട് അത് ഇവിടെ തീർത്തിട്ടില്ലെങ്കിൽ നാളെ പരലോകത്ത് വെച്ച് അത് തീർക്കുന്നതായിരിക്കും. നിനക്ക് വെറുതെ വിടുന്ന കാര്യമല്ല. ഒരാളുടെ സമ്പത്ത് അപഹരിച്ചിട്ടുണ്ടെങ്കിൽ, ഒരാളുടെ അഭിമാനത്തെ നീ വ്രണപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ആ രൂപത്തിൽ സഹോദരങ്ങളെ ഏതെങ്കിലും രൂപത്തിലൊക്കെ ഒരു മനുഷ്യനോട് നീ ദുൽമ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് വളരെ ഗൗരവമുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വാക്കുകളാകട്ടെ, നമ്മുടെ പ്രവർത്തികളാകട്ടെ, മറ്റുള്ള ഒരാളോടും ഒരു ദുൽമും അതിലുണ്ടാകാൻ പാടില്ല. ഒരു മുസ്ലിമിനോടും പാടില്ല, ഒരു കാഫിറിനോടും പാടില്ല. സഹോദരങ്ങളെ, വളരെ ഗൗരവമുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫലാ തദാലമു. അതിനാൽ നിങ്ങൾ അക്രമം ചെയ്യാൻ പാടില്ല, പരസ്പരം അക്രമം ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പണ്ഡിതന്മാർ പറഞ്ഞു, ഇവിടെ ഫലാ തദ്ലിമു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ല, മറിച്ച് ഫലാ തദാലമു എന്നാണ് പറഞ്ഞത്. ഇതിനൊന്നുകൂടി ആഴത്തിലുള്ള അർത്ഥമുണ്ട് എന്നാണ്. അതോ ദുൽമ് എന്ന് പറയുന്നത് അത് തുടങ്ങാനും പാടില്ല, നമ്മൾ സ്വന്തമായി തുടങ്ങാനും പാടില്ല. അല്ലെങ്കിൽ ഒരാളോട് ഇങ്ങോട്ട് ദുൽമ് ചെയ്ത്, ഒരാൾ ഇങ്ങോട്ട് നമ്മോട് ദുൽമ് ചെയ്താൽ മറുപടിയായിട്ട് പോലും ദുൽമ് പാടില്ല എന്നാണ്. ഒരാൾ ഇങ്ങോട്ട് ദുൽമ് ചെയ്തു, അപ്പൊ നമുക്കെതിരെ നമ്മളിൽ ഇല്ലാത്തൊരാരോപണം ഒരാൾ പറയണം, നമ്മളോട് ചെയ്യുന്ന ദുൽമാണ്, തീർച്ചയായും ദുൽമാണ്. നമുക്കെതിരെ നമ്മളിൽ ചെയ്യാത്തൊരു കാര്യം ഒരാൾ നമുക്കെതിരെ പറയണം, നമ്മളോട് ചെയ്യുന്ന ദുൽമാണ്, യാതൊരു സംശയമില്ല. അതുകൊണ്ട് അവൻ ചെയ്യാത്തൊരു കാര്യം നമുക്ക് തിരിച്ചു പറയാൻ പറ്റുമോ? അത്രയൊന്നും ഞാൻ പറയുന്നില്ല, എന്നോട് പറഞ്ഞ അത്രയൊന്നും പറയുന്നില്ല, അതിനേക്കാൾ കുറവേ പറയുന്നുള്ളൂ. എങ്കിൽ പോലും സഹോദരങ്ങൾ അത് പാടില്ല എന്നാണ്. ദുൽമ് എന്ന് പറയുന്നത് അത് പകരത്തിന് പോലും പാടില്ല, അതിൻ്റെ അളവ് കുറച്ചിട്ടാണെങ്കിൽ പോലും. എനിക്കില്ലാത്ത എന്നെക്കുറിച്ചുള്ള ഒരു മോശം, ഒരു വ്യാജ ആരോപണം ഒരാൾ ആരോപിക്കുകയാണ്, നീ ഇങ്ങനെയുള്ളവനാണ്, നീ എങ്ങനെയുള്ളവനാണ്, നീ അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മളൊന്നും ചെയ്തിട്ടില്ല, നമ്മളെക്കുറിച്ച് വെറുതെ പറയാണ്, സങ്കല്പിക്കുക. അപ്പൊ തിരിച്ച് ആ വ്യക്തിയോട് സഹോദരങ്ങളെ അവൻ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ അത് തീർച്ചയായും ദുൽമ തന്നെയാണ്. തീർച്ചയായും അത് ദുൽമ തന്നെയാണ്. അത് അവൻ ചെയ്തതിനേക്കാളും കുറച്ചാണെങ്കിൽ പോലും അത് ദുൽമാണ്, അതൊരു നിലക്കും പാടില്ല. അതാണ് ഫലാ തവാലമു. അത് നീ ദുൽമ അങ്ങോട്ട് ആരംഭിക്കാനും പാടില്ല, ഒരാൾ ഇങ്ങോട്ട് ദുൽമ ചെയ്താൽ അതിന് പകരമായി ദുൽമ ചെയ്യാനും പാടില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ദുൽമിനെ പരിപൂർണമായി, അക്രമത്തെ പരിപൂർണമായി നിഷിദ്ധമാക്കിയിരിക്കുന്നു. അതിന് ഒരു നിലക്കും തീർത്തും റബ്ബ് സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നാണ്
അതുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ സഹോദരങ്ങളെ ആ വിഷയം മനസ്സിലാക്കുക. ഇതാണ് ഒന്നാമത്തെ വിഷയം. യാ ഇബാദി എന്ന് പറഞ്ഞ് റബ്ബ് സുബ്ഹാനഹു വ തആല അടിമകൾക്ക് മേൽ നിർബന്ധമാക്കിയ കാര്യം, നിങ്ങൾ പരസ്പരം ളുൽമ ചെയ്യാൻ പാടില്ല, അക്രമം ചെയ്യാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാര്യത്തിൽ തന്നെ ളുൽമിനെ നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വന്തത്തോട് ളുൽമ ചെയ്യാൻ നിഷിദ്ധമാക്കിയിരിക്കുന്നു പറഞ്ഞാൽ അള്ളാഹുന് വേണമെങ്കിൽ ളുൽമ ചെയ്യാം. റബ്ബ് സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയതാണ്. അല്ലാഹു തആല അങ്ങനെ വേണ്ട എന്ന് വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയതാണ്. അതല്ലാതെ അവന് കഴിവില്ലാഞ്ഞിട്ടല്ല. അള്ളാഹുവിന് വേണമെങ്കിൽ ഒരാളോട് അക്രമം പ്രവർത്തിക്കാൻ സാധിക്കുന്നതാണ്, പക്ഷെ അത് അവന് യോജിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് അവൻ സ്വന്തത്തിന് നിഷിദ്ധമാക്കിയ കാര്യമാണ്. അവൻ അതിന് അശക്തനായവനല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് അശക്തനായവനല്ല. മറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തതാണ്? അടിമകളോടുള്ള കാരുണ്യം കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു നിലക്കുള്ള ഒരു ളുൽമും അവരോട് ചെയ്യുകയില്ല എന്നവൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, യാ ഇബാദി, അടിമകളെ, കുല്ലുക്കും ളാല്ലുൻ ഇല്ലാ മൻ ഹദൈതുഹു ഫസ്തഹ്ദൂനി അഹ്ദികും. യാ ഇബാദി, എൻ്റെ അടിമകളെ, കുല്ലുക്കും ളാല്ലുൻ, നിങ്ങളെല്ലാവരും വഴികേടിലായ ആളുകളാണ്. എല്ലാവരും വഴികേടിലാണ്. ഇല്ലാ മൻ ഹദൈതുഹു, ഞാൻ ആർക്കാണോ ഹിദായത്ത് നൽകിയത്, സന്മാർഗം നൽകിയത്, അവർ ഒഴികെ, അവരാണ് സന്മാർഗത്തിലേക്ക് എത്തുന്നത്. അതല്ല എങ്കിൽ മുഴുവൻ ആളുകളും വഴികേടിൽ തന്നെയാണ്. ഫസ്തഹ്ദൂനി, ആകയാൽ നിങ്ങൾ എന്നോട് ഹിദായത്തിനെ ചോദിക്കണം. അഹ്ദിക്കും, ഞാൻ നിങ്ങൾക്ക് ഹിദായത്ത് നൽകും. ഹിദായത്ത് ചോദിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമാണ്. അഹ്ദിക്കും, ഞാൻ നിങ്ങൾക്ക് ഹിദായത്ത് നൽകും എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹിദായത്ത് അവരുടെ ദീനിലും ദുനിയാവിലും ഒക്കെ ആവശ്യമാണ്. ദീനിലുള്ള ഹിദായത്ത് എന്ന് പറഞ്ഞാൽ ശരിയായ മാർഗം അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ശരിയായ മാർഗം, ദീനിന്റെ മാർഗം അവന് കാണേണ്ടതുണ്ട്. ഇനി ദുനിയാവിലും അവന് ഉപകാരമുള്ള കാര്യങ്ങൾക്ക് ഹിദായത്ത് കിട്ടേണ്ടതുണ്ട്. അല്ല ഭൗതികമായ ഒരു കണ്ടുപിടുത്തത്തിനാകട്ടെ, ഭൗതികമായ ഏതേത് കാര്യത്തിനാകട്ടെ, അവൻ്റെ ഒരു മഈശത്തിന്റെ ഒരു കാര്യത്തിനാകട്ടെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഹിദായത്ത് അതിന് കിട്ടേണ്ടതുണ്ട്. എല്ലാ കാര്യങ്ങളും അത് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കയ്യിലാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കുല്ലുക്കും ദാൽ, എല്ലാവരും ദലാലത്തിലാണ്, എല്ലാവരും വഴികേടിലാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അള്ളാഹു ഹിദായത്തിലാക്കിയത് ആളുകൾ ഒഴികെ. അപ്പോൾ ഒരുപക്ഷെ ആളുകൾ ചോദിച്ചേക്കാം, ഒരു ഹദീസിലുണ്ടല്ലോ, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ മനുഷ്യരും ശുദ്ധ പ്രകൃതിയിലാണ്, ഫിത്രത്തിലാണ് ജനിച്ചു വീഴുന്നതെന്ന്. അപ്പൊ എല്ലാവരും ദലാലത്തിലാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? പണ്ഡിതന്മാർ പറയുന്നു, അത് ശരിയാണ്, എല്ലാവരും ഫിത്രത്തിലാണ് ജനിച്ചു വീഴുന്നത്. പക്ഷെ ആ ഫിത്രത്ത് ഇത് തുടർന്നു പോവുകയില്ല. അവൻ ഒന്നുകിൽ ആ ഫിത്രത്തിലേക്ക് തുടർത്താനായിട്ടുള്ള, അതിന് സഹായകമാകുന്ന ആളുകളുടെ കരങ്ങളിലേക്കായിരിക്കും അവൻ വീഴുക. അങ്ങനെ ആ ഫിത്രത്തിൽ തന്നെ, ആ ഹിദായത്തിൽ തന്നെ അവൻ തുടരാൻ സാധിക്കും. അതല്ലെങ്കിൽ അവനെ വഴിപിഴപ്പിക്കുന്ന അവന്റെ മാതാപിതാക്കളോ കുടുംബക്കാരോ ആരെങ്കിലും ആകട്ടെ, അവന് ചുറ്റുമുള്ളവർ അവനെ വഴിപിഴപ്പിച്ച് അവനെ യഹൂദിയോ നസ്രാനിയോ മജൂസിയോ അവൻ ഏതേത് മതത്തിലേക്കോ മതമില്ലാത്തവനിലേക്കോ അവനാക്കി തീർക്കുന്നതാണ്. അഥവാ ഫിത്രത്ത് എന്ന് പറയുന്നത് അതെന്നും തുടർന്നു പോകുന്ന കാര്യമല്ല, അത് പിന്നീട് ഹിദായത്തിലേക്കോ ദലാലത്തിലേക്കോ മാറ്റുന്നതാണ്. ആ ഹിദായത്തിലേക്ക് ആക്കുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കുല്ലുക്കും ദാല്ലുൻ, നിങ്ങൾ എല്ലാവരും ഹിദായത്തിൽ, എല്ലാവരും ദലാലത്തിലാണ്. അഥവാ നിങ്ങൾ ലൗ തറക്തും ലിആദാതികും വഅഹ്വാഇകും വശഹവാതികും ഫഇന്നകും ഫീ ദലാൽ വലാകിൻ അല്ലാഹ മാ തറകകും ബൽ ഹദാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഉപേക്ഷിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളെ ശഹവത്തിലേക്കും ദേഹേച്ഛയുടെ കാര്യങ്ങളിലൊക്കെ ആയി നിങ്ങൾ ആകുമായിരുന്നു. എല്ലാവരും അങ്ങനെ ആകാനുള്ള സാധ്യതയുള്ള ആളുകളാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു അങ്ങനെ എന്ത് ചെയ്തിട്ടില്ല? നിങ്ങളെ അങ്ങനെ ഉപേക്ഷിച്ചിട്ടില്ല. അല്ലാഹു നിങ്ങളെ ഹിദായത്തിലേക്കാക്കി. ആ ഹിദായത്തിലേക്കാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അംബിയ മുർസലീങ്ങളെ പറഞ്ഞയച്ചിട്ടുള്ളത്. അവരുടെ കയ്യിൽ വേദഗ്രന്ഥങ്ങൾ കൊടുത്തിട്ടുള്ളത്, അത് വിശദീകരിച്ച് തന്നിട്ടുള്ളത്, അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും കഴിവും മനുഷ്യർക്ക് നൽകിയിട്ടുള്ളത്. ഇതെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ ഹിദായത്തിന്റെ വ്യത്യസ്തങ്ങളായ മാർഗങ്ങളാണ്. അഥവാ ഹിദായത്ത്, പണ്ഡിതന്മാർ പറയാറുണ്ട്, അത് ഹിദായത്ത് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ഹിദായത്തു ബയാനിൻ വ ഇർഷാദിൻ വ ദലാല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനും സുന്നത്തൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് ആളുകൾക്ക് ഹക്കും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ഹിദായത്ത് എന്നെന്നും ലോകത്ത് നിലനിർത്തും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിലേക്ക് ക്ഷണിക്കുന്നതിന്റെ മാർഗങ്ങൾ കാണിച്ചു തരുന്ന ഒരു വഴിയാണത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഇറക്കിയിട്ടില്ലെങ്കിൽ ഒരു മനുഷ്യന് സ്വന്തമായി മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നില്ല എന്നാണ്. സ്വന്തമായി അവൻ മനസ്സിലാക്കി യഥാർത്ഥ ഹക്കിന്റെ പാതയിലേക്ക് അവൻ എത്താൻ സാധിക്കുമായിരുന്നില്ല. കാരണം മനുഷ്യൻ അവന്റെ ജാഹിലാണ്, അവൻ അറിവില്ലാത്തവനാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ എന്ത് ചെയ്യണം? ആ ഹിദായത്തിന് വേണ്ടി ചോദിക്കണം. അല്ലാഹുവിനോട് ഹിദായത്തിന് വേണ്ടി ചോദിക്കണം. രണ്ടാമത്തേത് ഹിദായത്തു തൗഫീഖാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നവർ മാത്രമാണ് ഹിദായത്തിലേക്ക് എത്തുക. ഇതിനുള്ള ഹിദായത്തുൽ ഇർഷാദ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ എല്ലാവർക്കും കാണിച്ചു തന്നു. പക്ഷെ ഇത് കിട്ടിയ എല്ലാ ആളുകളും എന്ത് ചെയ്യില്ല? അത് സ്വീകരിക്കുകയില്ല. എല്ലാ ആളുകളും സ്വീകരിക്കാൻ സാധിക്കുകയില്ല.
മറിച്ച് അള്ളാഹുവിന്റെ തൗഫീക്ക് വേണം. ആർക്കാണ് അള്ളാഹുവിന്റെ തൗഫീക്ക് കിട്ടുക? അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നവർക്കാണ് അള്ളാഹുവിന്റെ തൗഫീക്ക് കിട്ടുക. ഇവിടെ നാം നേരത്തെ പറഞ്ഞ കാര്യം മനസ്സിലാക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്തു നിന്ന് ഒരു ദുൽമ ഒരാൾക്ക് ഉണ്ടാവുകയില്ല. അല്ലെ, രണ്ട് മനുഷ്യരുണ്ട്, ഒരാൾ മുസ്ലിമാണ്, ഒരാൾ കാഫിറാണ്. ഇവർ രണ്ടുപേർക്കും ഖുർആനും സുന്നത്തും ഒക്കെ കാണാനും മനസ്സിലാക്കാനൊക്കെ സാധിച്ചു, അഥവാ ഹിദായത്തു ഇർഷാദ് ഉണ്ടായി. പക്ഷേ അതിൽ ഒരാൾ അത് സ്വീകരിച്ചിട്ടുള്ളൂ, ഒരാൾ അത് സ്വീകരിച്ചിട്ടില്ല. എന്തുകൊണ്ട് ഒരാൾ സ്വീകരിച്ചില്ല? അവനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല വല്ല അക്രമവും ചെയ്തതാണോ? ഒരിക്കലുമല്ല. അവന്റെ ഖൽബ് അതിന് ഭാഗമല്ല. അവന്റെ ഖൽബ് ഇസ്ലാമിലേക്ക് പ്രവേശിക്കാൻ ഭാഗമായിരുന്നില്ല. അവൻ അതിനുള്ള ഭാഗ്യമില്ല, അതിനുള്ള തൗഫീഖ് അവനില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് തൗഫീഖ് കൊടുക്കുന്നവൻ. അവൻ നീതിയോടുകൂടി മാത്രമേ അവൻ പ്രവർത്തിക്കുകയുള്ളൂ. അവന്റെ പ്രവർത്തികൾ മുഴുവനും നീതിയോടുകൂടിയുള്ളതാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അത് മനസ്സിലാക്കുക. അള്ളാഹു പറഞ്ഞല്ലോ, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരെ എന്ത് ചെയ്യാൻ സാധിക്കുകയില്ല, നിങ്ങൾക്ക് ഹിദായത്തിലാക്കാൻ സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകൾ അവിടുന്ന് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ടും അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അബൂ താലിബിനെ പോലെയുള്ള ആളുകൾ, അല്ലെ, സ്വന്തത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ള, സംരക്ഷിച്ചിട്ട് പോന്നിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ അയാൾക്ക് ഹിദായത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറയാണ്, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, താങ്കൾക്ക് ഉദ്ദേശിക്കുന്ന ആളുകളെ ഒന്നും ഹിദായത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുകയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ്? ഹിദായത്തു ബയാനിനു ഇർഷാദിനു ദലാല, അത് കാണിച്ചു കൊടുക്കുന്ന വ്യക്തി മാത്രമാണ്. അത് ആത്യന്തികമായി ഹിദായത്തിലേക്ക് എത്തിക്കേണ്ടവൻ ആരു മാത്രമാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ഒരാളെ ഹിദായത്തിലേക്ക് പിടിച്ചുകൊണ്ടുവരാൻ സാധിക്കുകയില്ല. ഹിദായത്തിന്റെ മാർഗമായി മാറാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഹിദായത്തിലാക്കേണ്ടത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമുള്ള കാര്യമാണ്. അബൂ താലിബിന് ലഭിക്കാത്ത ഹിദായത്താണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്നുള്ള ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം ഒരു വീട്ടിൽ കഴിഞ്ഞ് എല്ലാവിധ സംരക്ഷണങ്ങളും കൊടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ആളുകൾ ആക്ഷേപിച്ചു പറഞ്ഞപ്പോൾ അതിനെതിരെ കവിതകൾ പോലും എഴുതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിനെ കുറിച്ച് നന്നായി അറിഞ്ഞ് മനസ്സിലാക്കിയ ഒരു മനുഷ്യനാണ് അബൂ താലിബ്. പക്ഷേ മുസ്ലിം ആകാൻ സാധിച്ചിട്ടില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളോട് ചെയ്ത വല്ല അക്രമമാണെന്ന്? ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. മറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പരിപൂർണമായ നീതി മാത്രമാണ് അബൂ താലിബിന് ഹിദായത്ത് ലഭിച്ചിട്ടില്ല എന്നുള്ളത്. അള്ളാഹു ഒരു തരി പോലും ദുൽമ കാണിച്ചിട്ടില്ല. അബൂ താലിബിന് അതിനുള്ള യോഗ്യത ഉണ്ടായിരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അബൂ താലിബിന് അതിന് യോഗ്യത ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം റഹ്മത്തുള്ള, അങ്ങേയറ്റം അവന്റെ അദ്ലിന് പുറമെ ഫദ്ലായി ധാരാളമായി ഹിദായത്തും അതുപോലെയുള്ള കാര്യങ്ങൾ നൽകുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല അയാൾക്ക് ഹിദായത്ത് നൽകുമായിരുന്നു. അയാൾക്ക് അതിന് യോഗ്യതയുണ്ടായിരുന്നില്ല എന്ന കാര്യം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ആവർത്തിച്ച് നമ്മൾ നിസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താണ്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സൂറത്തുൽ ഫാത്തിഹയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയത്താണത്. സൂറത്തുൽ ഫാത്തിഹയിൽ ആകെയുള്ള ഒരു ദുആയാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മനുഷ്യരെ കൊണ്ടും, ഷഹാദത്ത് ചൊല്ലിയ മുഴുവൻ മനുഷ്യരെ കൊണ്ടും 17 തവണ ഈ പ്രാർത്ഥന നിർബന്ധമായി ഒരു ദിവസം ചെയ്യിപ്പിക്കുന്നുണ്ട്. 17 റക്അത്തുകളിലൂടെ 5 നിസ്കാരത്തിൽ നിർബന്ധമായി. അതിന് പുറമെ സുന്നത്തായി നമ്മൾ ചൊല്ലുന്നുണ്ട് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സഹോദരങ്ങൾ, എന്തിനാണ് ഇത്രയും ആവർത്തിച്ച് നമ്മളിത് പ്രാർത്ഥിക്കുന്നത്? കാരണം അത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. ചില ആളുകൾ ചിന്തിച്ചേക്കാം, ഞങ്ങൾ മുസ്ലിമീങ്ങളായല്ലോ, പിന്നെ എന്തിനാണ് നമ്മൾ വീണ്ടും ഹിദായത്തിന് വേണ്ടി ചോദിക്കുന്നത് എന്നാണ്. അവിടെ മനസ്സിലാക്കേണ്ടത്, ഹിദായത്ത് എന്ന് പറയുന്നത്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറയുമ്പോൾ 4 കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. 4 കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാർ പറയുന്നു, ദലാലത്തു അലാ ദാത്തിസ് സിറാത്ത്. ഒന്ന്, യഥാർത്ഥ വഴി ഏതാണെന്ന് നമുക്ക് വ്യക്തമാകേണ്ടതുണ്ട്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ മുസ്ലിം ആയിട്ടുണ്ട്, അതാണ് യഥാർത്ഥ വഴി, അത് അവന് ലഭിച്ചിട്ടുണ്ട്, അത് മാത്രമാണ് അവൻ ലഭിച്ചിട്ടുള്ളത്. രണ്ടാമത്തേത് ദലാലത്തു അലാ തഫാസീൽ സിറാത്തുൽ മുസ്തഖീം. സിറാത്തുൽ മുസ്തഖീമിന്റെ വിശദാംശങ്ങൾ അവൻ അറിയേണ്ടതുണ്ട്. മുസ്ലിം ആയി എന്നുള്ളത് കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കണം എന്നില്ല, നേർക്കുനേരെ അവൻ പ്രവേശിക്കാൻ സാധിക്കുകയില്ല, അല്ലെ? മുസ്ലിമീങ്ങളിൽ പെട്ട ആളുകളും എന്ത് ചെയ്യും? നരകത്തിലേക്ക് പ്രവേശിക്കും. മുവഹിദാണെങ്കിൽ അവൻ അവസാനം സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് യഥാർത്ഥ സിറാത്തുൽ മുസ്തഖീം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിജയിച്ച കക്ഷികൾ ഏതാണ് എന്ന് അവൻ മനസ്സിലാക്കാൻ സാധിക്കേണ്ടതുണ്ട്, അതിനെക്കുറിച്ച് പഠിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അപ്പം അതുകൂടി റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. പല അഭിപ്രായ വ്യത്യാസങ്ങൾ. റബ്ബേ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം പ്രാർത്ഥിക്കണം, അല്ലാഹുവിനെ സിറാത്തുൽ മുസ്തഖീമിലേക്ക് വഴി നടത്തണം എന്നുള്ളത്. അതുപോലെ തന്നെ സിറാത്തുൽ മുസ്തഖീം മനസ്സിലായി, ഇസ്ലാമും മനസ്സിലായി, സുന്നത്തും മനസ്സിലായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിജയിച്ച കക്ഷികളുടെ മാർഗം ഇതാണെന്ന് മനസ്സിലായി. അതുകൊണ്ടായോ? പോരാ. മൂന്നാമത്തെ കാര്യം അത്തൗഫീഖു ലിൽ അമൽ. മനസ്സിലാക്കിയ കാര്യം ജീവിതത്തിൽ കൊണ്ടുവരണം. ഇന്നതാണ് സുന്നത്ത്, ഇന്നതാണ് ബിദ്അത്ത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ബിദ്അത്തിനെ ഒഴിവാക്കിയിട്ട് സുന്നത്തിന്റെ മാർഗം നമുക്ക് ചെയ്യാൻ സാധിക്കേണ്ടതുണ്ട്. ഇന്നതാണ് ഹക്ക്, ഇന്നതാണ് ബാത്തിൽ എന്ന് മനസ്സിലാക്കിയാൽ, ഇന്നതാണ് അള്ളാഹുവിന് ചെയ്യേണ്ട താഅത്ത്, ഇന്നത് മഅസിയത്താണെന്ന് മനസ്സിലാക്കിയാൽ, സഹോദരങ്ങൾ, അത് ചെയ്യാനുള്ള തൗഫീഖ് ഒരാൾക്ക് ലഭിക്കണം. അല്ലെങ്കിൽ എത്രയോ ആളുകൾക്ക് ഇന്നത് ശരിയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ ശരിക്കെതിരെ പ്രവർത്തിക്കുന്നവരുണ്ട്.
ഇന്നത് ഹറാമാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഹറാമുകൾ ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ മനസ്സിലാക്കിയ സിറാത്തൽ മുസ്തഖീമിന്റെ വിശദാംശങ്ങളിലൂടെ മനസ്സിലാക്കിയ മുഴുവൻ കാര്യങ്ങളും പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ അള്ളാഹിനോട് ചോദിക്കണം. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. പാവങ്ങളിൽ വീഴുന്ന ഒരു വ്യക്തിയും റബ്ബിനോട് ചോദിക്കണം ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് ചോദിക്കണം. നാലാമത്തെ കാര്യമേ പണ്ഡിതന്മാർ പറയുന്നത് അത്തസ്ബീതു അലൈഹി, അതിൽ ഉറച്ചു നിൽക്കണം. ഇപ്പൊ അൽഹംദുലില്ലാഹ് നല്ല രീതിയിൽ തന്നെ അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്നുണ്ട്, എല്ലാ നിർബന്ധങ്ങളും നിർവഹിക്കുന്നുണ്ട്, ഹറാമുകളൊക്കെ പരമാവധി ഒഴിവാക്കിയിട്ടുള്ള ഒന്നും ജീവിതത്തിലില്ല. അതുകൊണ്ട് രക്ഷപ്പെട്ടോ? ഇല്ല. അതുകൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കില്ല. അവസാനത്തിലാണ് കാര്യം. ഇന്നമൽ അഅമാലു ബിൽ ഖവാതീം, തീർച്ചയായും പ്രവർത്തനങ്ങൾ അത് അവസാനത്തിലാണ് പരിഗണിക്കുന്നത്. അവസാനം എന്തുണ്ട് എന്നാണ്. അല്ല, ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, ഒരു മനുഷ്യൻ അവന്റെ ആയുസ് മുഴുവൻ അവൻ സ്വർഗ്ഗക്കാരന്റെ പ്രവൃത്തി ചെയ്യുന്നത് കാണാൻ സാധിക്കും. അവസാനം നേരത്തെ അർബഈനിൽ വായിച്ച ഹദീസാണ്, അവനും സ്വർഗത്തിനും ഇടയിൽ ഒരു മുഴം മാത്രം ബാക്കി. പെട്ടെന്ന് അതാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബിൽ അവൻ നരകത്തിലാണെന്നാണ് എഴുതിയിട്ടുള്ളത്. കാരണം എന്തുകൊണ്ടാണ്? ചില പണ്ഡിതന്മാർ പറഞ്ഞു അവൻ സ്വർഗ്ഗക്കാരന്റെ പ്രവർത്തനമാണെന്നുള്ളത് അത് ബാഹ്യമായിട്ടായിരുന്നു, ബാഹ്യമായ പ്രവർത്തനങ്ങളിൽ മാത്രമായിരുന്നു, ഉള്ളിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്നാണ്. വേറെ ചിലർ പറഞ്ഞു വർദ്ധിച്ച ഫിത്തനകൾ കാരണം അവൻ അവസാനം വഴുതി വീടുപോയി എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹിനോട് എപ്പോഴും ദുആ ചെയ്യണം. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഒരുപാട് കാലം ഇസ്തിഖാമത്തിൽ ഉണ്ടായ ഒരു വ്യക്തി പെട്ടെന്ന് തെറ്റിപ്പോകാനുള്ള കാരണങ്ങളിൽ ഒന്ന് അവൻ ഒരു പക്ഷെ ദുആയിൽ കുറവ് വരുത്തിയിട്ടുണ്ടാകും. അല്ല, അവൻ സ്വന്തത്തിൽ അത്ഭുതം കൂറിയിട്ടുണ്ട്, ഞാനിന് വഴിതെറ്റുന്ന പ്രശ്നമില്ല, അത്യാവശ്യത്തിനുള്ള അറിവൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്, വേണ്ട രൂപത്തിലൊക്കെ അമലുകളുണ്ട്, തഹജ്ജുദുണ്ട്, നിസ്കാരങ്ങളുണ്ട്, നോമ്പുണ്ട്, എനിക്കങ്ങനെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നൊരാൾ ചിന്തിക്കുന്നത് തന്നെ വലിയ അപകടമാണ്. ഉജ്ബ്, സ്വന്തത്തിൽ അത്ഭുതം കൂറുക, ഞാൻ എല്ലാം തികഞ്ഞിട്ടുണ്ട്, എനിക്ക് വലിയ കുഴപ്പമില്ല എന്ന് ചിന്തിക്കാൻ പാടില്ല. സഹോദരങ്ങളെ, നമ്മളെപ്പോഴും ഈ ഹിദായത്ത് അള്ളാഹിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഇതിൽ ഉറച്ചു നിൽക്കാനുള്ള പ്രാർത്ഥന കൂടിയാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ഇത് മനസ്സിലാകുമ്പോഴാണ് എന്തിനു വേണ്ടിയിട്ടാണ് മുസ്ലിമീങ്ങളായ നമ്മൾ വീണ്ടും വീണ്ടും ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് ആവർത്തിച്ച് ചൊല്ലുന്നത് എന്നുള്ളത് നമുക്ക് ബോധ്യമാവുകയുള്ളൂ. അല്ലെങ്കിൽ ചിലർ ചിന്തിക്കും നമ്മൾ ഹിദായത്തിലായല്ലോ, മുസ്ലിമീങ്ങളായല്ലോ, അത് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. നീ മുസ്ലിമാകണം. മുസ്ലിമീങ്ങളിൽ തന്നെ എല്ലാവരും ഒരേ ഹക്കിന്റെ മാർഗത്തിലല്ല ഉള്ളത്, ബഹുഭൂരിപക്ഷവും ബാത്തുലിന്റെ മാർഗത്തിലാണ്. അതിൽ ഹക്കിന്റെ മാർഗം കണ്ടെത്തണം, കണ്ടെത്തിയ മാർഗത്തിനനുസരിച്ചുള്ള അമലുകൾ ജീവിതത്തിൽ വരണം, അതുപോലെ അതിൽ ഉറച്ചു നിൽക്കുകയും വേണം. ഇത് നാലും ചേർന്നതാണ് സഹോദരങ്ങളെ സിറാത്തൽ മുസ്തഖീമിൽ നമ്മൾ അള്ളാഹുവിനോട് ഉറപ്പിച്ചു നിർത്താനുള്ള പ്രാർത്ഥനയിൽ അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് അത് പ്രത്യേകം പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇനി പണ്ഡിതന്മാർ പറയുന്നു ഹിദായത്തിന് അള്ളാഹുവിനോട് ചോദിക്കലിന്റെ ഒരു മാർഗമാണ് ഈ ദുആ, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറയുന്നത്. ഒരു മാർഗമാണ് ദുആ എന്ന് പറയുന്നത്. സിറാത്തൽ മുസ്തഖീമിൽ ഉറച്ചു നിൽക്കാൻ 3 മാർഗങ്ങളുണ്ട് എന്നാണ്. അതിലൊന്ന് ദുആയാണ്, ഈ പറയുന്ന ദുആ, അല്ലെങ്കിൽ അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത്, നമ്മൾ ദുആയാണ്, അള്ളാഹു നീ ഹിദായത്തിലാക്കിയ ആളുകളുടെ കൂട്ടത്തിൽ എന്നെയും ഹിദായത്തിലാക്കണം, നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ മാർഗം പണ്ഡിതന്മാർ പറയുന്നു അൽ അമലു സ്വാലിഹ്, സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഒരാൾ സൽക്കർമ്മങ്ങൾ ഇഖ്ലാസോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തോടുകൂടി ചെയ്തു കഴിഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ ആ സൽക്കർമ്മം മറ്റൊരു സൽക്കർമ്മത്തെ വലിച്ചുകൊണ്ടുവരുമെന്നാണ്. ഒരു സൽക്കർമ്മം മറ്റൊരു സൽക്കർമ്മത്തെ കൊണ്ടുവരും. സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്ന ആളുകൾ ഹിദായത്തിൽ നിന്ന് തെറ്റാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് ദുആ ചെയ്യുന്നതോടൊപ്പം സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. കാരണം ഒരു സൽക്കർമ്മം മറ്റൊന്നിനെ കൊണ്ടുവരും, ഒരു സൽക്കർമ്മം മറ്റൊന്നിനെ കൊണ്ടുവരും. തിന്മ നേരെ തിരിച്ചാണ്, ഒരു തിന്മ മറ്റൊരു തിന്മയിലേക്ക് എത്തിക്കും, ആ തിന്മ മറ്റൊരു തിന്മയിലേക്ക് എത്തിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, സൽക്കർമ്മം എന്ന് പറയുന്നത് ഹിദായത്തിലെത്താനുള്ള 3 മാർഗങ്ങളിൽ രണ്ടാമത്തേതാണ്. മൂന്നാമതായി പണ്ഡിതന്മാർ പറയാറുള്ളത് ത്വലബുൽ ഇൽമാണ്, ദീനി വിജ്ഞാനം പഠിക്കുക എന്നുള്ളതാണ്. ദീനി വിജ്ഞാനം പഠിക്കുക, ഇൽമു പഠിച്ചുകൊണ്ടേയിരിക്കുക, അതാണ് ഹിദായത്തിൽ ഉറച്ചു നിൽക്കാനുള്ള മാർഗം. ഇപ്പൊ ദുആ ചെയ്യണം, സൽക്കർമ്മങ്ങൾ ചെയ്യണം, ത്വലബുൽ ഇൽമു നടത്തണം. ഇത് 3ഉം സഹോദരങ്ങളെ ഹിദായത്തിലേക്ക് എത്താനുള്ള മാർഗങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫസ്തഹ്ദൂനി അഹ്ദിക്കും, അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഹിദായത്ത് ചോദിക്കുക, അഹ്ദിക്കും, ഞാൻ നിങ്ങൾക്ക് ഹിദായത്ത് നൽകാം എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് ഒരാൾ ആത്മാർത്ഥതയോടുകൂടി ഹിദായത്തിനെ ചോദിച്ചിട്ടുണ്ട് എങ്കിൽ അള്ളാഹു ഉത്തരം നൽകിയിരിക്കും. ഫസ്തഹ്ദൂനി അഹ്ദിക്കും, അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. നിങ്ങൾ എന്നോട് ഹിദായത്തിനെ ചോദിക്കുക, ഞാൻ നൽകിയിരിക്കും. ആർക്കെങ്കിലും അങ്ങനെ ഹിദായത്ത് ലഭിക്കുന്നില്ലെങ്കിൽ അത് അവന്റെ കുറവാണ്, അവൻ ദുആയിൽ വരുത്തുന്ന വീഴ്ചയാണ്. അതല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കത്തിജ്വലിക്കുന്ന സൂര്യനെ പോലെ തെളിവുകൾ അവന്റെ മുന്നിൽ എത്തിച്ചിട്ടും അത് പഠിക്കാൻ കൂട്ടാക്കാതെ, മനസ്സിലാക്കാതെ അവൻ തിരിഞ്ഞു കളഞ്ഞതിന്റെ ഫലമാണ്, അതല്ലാതെ മറ്റൊന്നുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല മനഃപൂർവ്വം ഒരാളെയും ഹിദായത്തിൽ നിന്നും തടയുകയില്ല, മനഃപൂർവ്വം ഒരാളെയും ഹിദായത്തിൽ തടയുകയില്ല. അല്ലെ, ഖുർആനിലെ ചില ആയത്തിൽ ചില ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും യഹ്ദി മൻ യശാഉ വയുദില്ലു മൻ യശാ, അള്ളാഹു ചിലരെ ഹിദായത്തിലേക്കാക്കുന്നു, ചിലരെ ദലാലത്തിലേക്കാക്കുന്നു. അപ്പൊ എന്താണ് ആളുകൾക്ക് അങ്ങനെ എന്താണ്? ചിലരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിലാക്കുക, ചിലരെ ദലാലത്തിലാക്കുക. പണ്ഡിതന്മാർ ചെറിയ വാക്കുകൾ കൊണ്ട് അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. യഹ്ദി മൻ യശാഉ
ഫദ്ലൻ വയുദില്ലു മൻ യശാഉ അദ്ലൻ. അല്ലാഹു സുബ്ഹാനഹു വതആല ഹിദായത്തിലേക്ക് ആക്കുന്നത് അത് അള്ളാഹിന്റെ ഫദ്ലാണ്, അള്ളാഹിന്റെ ഔദാര്യമാണ്. നമ്മളെല്ലാവരും യോഗ്യരായിട്ടൊന്നല്ല റബ്ബ് സുബ്ഹാനഹു വതആല ഹിദായത്തിലേക്ക് ആക്കുന്നത്, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് നമ്മൾ അത്രയും അമൽ ചെയ്തുകൊണ്ടൊന്നല്ല. അത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. എന്നാൽ വഴികേടിലേക്ക് പോകുന്ന അള്ളാഹുവിന്റെ നീതിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു തരി അവനോട് അക്രമം ചെയ്തിട്ടില്ല, ഈ ഹദീസിന്റെ ആദ്യത്തിൽ പറഞ്ഞതുപോലെ. ഇതാണ് രണ്ടാമത്തെ ഭാഗം. മൂന്നാമതായി വിളിച്ചിട്ടുള്ള ആ വിളി, യാ ഇബാദി കുല്ലുക്കും ജാഇഉൻ ഇല്ലാ മൻ അത്അംതുഹു ഫസ്തത്ഇമൂനി ഉത്ഇംകും. യാ ഇബാദി, എൻ്റെ അടിമകളെ, കുല്ലുക്കും ജാഇഉൻ, നിങ്ങളെല്ലാം വിശക്കുന്നവരാണ്, വിശക്കുന്നവരാണ്. ഇല്ലാ മൻ അത്അംതുഹു, ഞാൻ ഭക്ഷണം നൽകിയവരൊഴികെ. ഫസ്തത്ഇമൂനി, അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഭക്ഷണം ചോദിക്കുക. ഉത്ഇമുക്കും, ഞാൻ നിങ്ങൾക്ക് ഭക്ഷിപ്പിക്കുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് കുല്ലുക്കും ജാഇഉൻ, നിങ്ങളെല്ലാവരും വിശക്കുന്നവരാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പണ്ഡിതന്മാർ പറഞ്ഞു, ഒന്നുകിൽ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാവുകയില്ല, അല്ലെങ്കിൽ അവന് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാകും, പക്ഷെ അത് കഴിക്കാനുള്ള കുദ്റത്ത് ഉണ്ടാവുകയില്ല. ഭക്ഷണം മുന്നിലുണ്ട്, പക്ഷെ കഴിക്കാൻ സാധിക്കുന്നില്ല, രോഗമാണ്, തടസ്സമാണ്, പലതും കഴിക്കാൻ പാടുന്നില്ല, അത് കഴിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകും. മൂന്നാമത്തേത് ഭക്ഷണം ഉണ്ടാവും, കഴിക്കാനുള്ള കുദ്റത്തും ഉണ്ടാവും, പക്ഷെ ഭക്ഷണം കൊണ്ട് കിട്ടേണ്ട ചില കാര്യങ്ങളുണ്ട്, അതിനോട് ഇന്തിഫാ ഉണ്ടല്ലോ, ഉപകാരമുണ്ടല്ലോ, അത് ലഭിക്കുന്നില്ല. ഇത് മൂന്നും തരേണ്ടവൻ അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. ഇല്ലാ മൻ അത്അംതുഹു എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഭക്ഷിപ്പിച്ചവൻ ഒഴികെ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഭക്ഷണം അതിന്റെ അളവ് നൽകിയവൻ ഒഴികെ, അല്ലെങ്കിൽ അത് നൽകിയിട്ട് അത് കഴിക്കാൻ സാധിക്കുന്നവനൊഴികെ, അതല്ലെങ്കിൽ കഴിച്ചിട്ട് അത് ഉപകാരം ലഭിക്കുന്നവനൊഴികെ. ഇത് മൂന്നും നൽകേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. ഭക്ഷണം നൽകേണ്ടത് അല്ലാഹുവാണ്, അത് കഴിക്കാനുള്ള കഴിവ് നൽകേണ്ടത് അല്ലാഹുവാണ്, അത് കഴിച്ചാൽ കിട്ടേണ്ട ഉപകാരവും അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്നത്. എല്ലാം റബ്ബ് സുബ്ഹാനഹു വതആലയാണ് സഹോദരങ്ങളെ നൽകുന്നത്. നമ്മളാരും നമ്മുടെ റിസ്ക് കൊണ്ട് വന്നവരല്ല. നമ്മളാരും നമുക്ക് വരുമ്പോൾ നമ്മുടെ റിസ്ക് ഒക്കെ ഇവിടെ ഉണ്ടാക്കി വന്നിട്ടുള്ളതല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യം നമ്മൾ വരുമ്പോൾ തന്നെ നമുക്ക് വേണ്ട റിസ്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുകയാണ്. നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ മുതൽ അല്ലാഹുവിന്റെ റിസ്ക് നമുക്ക് ലഭിക്കുക. നമ്മൾ പുറത്തേക്ക് എത്തിയപ്പോൾ അല്ലാഹു അത് രണ്ട് വിശാലമാക്കി. ഉമ്മയുടെ മുലയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല റിസ്ക് വീണ്ടും നമുക്ക് നൽകുകയാണ്. പിന്നീട് നമ്മൾ ഭൂമിയിലൂടെ നടന്ന് നീങ്ങുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് വേണ്ട റിസ്കുകളെല്ലാം വെട്ടിപ്പിടിക്കാൻ പാകത്തിൽ അവൻ ഒരുക്കി നൽകിയിരിക്കുക. എല്ലാ നിലക്കും റബ്ബ് സുബ്ഹാനഹു വതആല നൽകിയ റിസ്ക് മാത്രമേ നമ്മുടെ അടുക്കലുള്ളൂ. അതല്ലെങ്കിൽ കുല്ലുക്കും ജാഇഉൻ, നിങ്ങളെല്ലാവരും വിശക്കുന്നവരായിരിക്കും. ഇല്ലാ മൻ അത്അംതുഹു, ഞാൻ വിശപ്പ് അടക്കിയവരൊഴികെ, ഞാൻ നൽകിയവരൊഴികെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്. അതുകൊണ്ട് ഫസ്തത്ഇമൂനി, നിങ്ങൾ എന്നോടാണ് ചോദിക്കേണ്ടത്. നിങ്ങൾക്ക് റിസ്ക് ചോദിക്കേണ്ടത്, ആഫിയത്ത് ചോദിക്കേണ്ടത് എന്നോടാണ്. എന്തുകൊണ്ടാണ് റിസ്ക്കും ആഫിയത്തും പറഞ്ഞത്? റിസ്ക് കിട്ടിയാൽ മാത്രം പോരാ, നമ്മൾ പറഞ്ഞു അത് കഴിക്കാനുള്ള കഴിവ് വേണം, അത് കഴിച്ചാൽ ഉപകാരവും വേണം, അത് മുഴുവൻ ആഫിയത്ത് എന്ന് പറയും. അപ്പോൾ റിസ്ക്കും ആഫിയത്തും നിങ്ങൾ എന്നോടാണ് ചോദിക്കേണ്ടത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ഫസ്തത്ഇമൂനി, നിങ്ങൾ എന്നോടാണ് ചോദിക്കേണ്ടത്. കാരണം നിങ്ങൾ ഒന്നിനും കഴിവില്ലാത്ത പാപ്പരായ ആവശ്യക്കാരായ അടിമകൾ മാത്രമാണ്. ഉത്ഇമുക്കും, ഞാനാണ് നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാം. ഇതാണ് മൂന്നാമത്തെ കാര്യം. അതിനുശേഷം സഹോദരങ്ങളെ അല്ലാഹു വിളിക്കുന്നു, യാ ഇബാദി, എൻ്റെ അടിമകളെ, കുല്ലുക്കും ആരിൻ, നിങ്ങളെല്ലാം നഗ്നരാണ്. ഇല്ലാ മൻ കസൗതുഹു, ഞാൻ വസ്ത്രം ധരിപ്പിച്ചവരൊഴികെ. ഫസ്തക്സൂനി അക്സുക്കും, അതുകൊണ്ട് നിങ്ങൾ വസ്ത്രത്തിന് എന്നോടാണ് ചോദിക്കേണ്ടത്. അക്സുക്കും, ഞാൻ നിങ്ങളെ ധരിപ്പിക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാം. ഇത് നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കുല്ലുക്കും ആരിൻ, നിങ്ങളെല്ലാവരും നഗ്നരാണ് എന്നാണ് പറയുന്നത്. ഇല്ലാ മൻ കസൗതുഹു, അല്ലാഹു സുബ്ഹാനഹു വതആല ധരിപ്പിച്ചവരൊഴികെ. ഇവിടെ പണ്ഡിതന്മാർ പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് വസ്ത്രം തരുന്നു. നമ്മളൊക്കെ ധരിക്കുന്ന വസ്ത്രം അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഔദാര്യമാണ്, നമുക്ക് ലഭിച്ചതാണ്. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, ആ വസ്ത്രം അള്ളാഹുവിൻ്റെ ഹുക്കും അനുസരിച്ച്, അള്ളാഹുവിൻ്റെ വിധിക്കനുസരിച്ച് അത് ധരിക്കാൻ നമുക്ക് സാധിക്കണം. കാരണം വസ്ത്രം ലഭിച്ച എല്ലാ ആളുകളും അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ച നിർദ്ദേശത്തിനനുസരിച്ചിട്ടല്ല വസ്ത്രം ധരിക്കാറുള്ളത്. അള്ളാഹുവിന് കോപമുണ്ടാകുന്ന രൂപത്തിൽ വസ്ത്രം ധരിക്കുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പാടില്ല എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പാടില്ല, ഇങ്ങനെ ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടും അത് കേൾക്കാതെ അല്ലാഹു സുബ്ഹാനഹു വതആല ശറഇന് എതിരായിക്കൊണ്ട് വസ്ത്രം ധരിക്കുന്നവരുണ്ട്. അവരിൽ ചിലർ അവരുടെ നഗ്നത വെളിവാക്കുന്നവരാണ്. അവരുടെ ചിലർ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ പരിധി വിട്ട് വസ്ത്രം ധരിക്കുന്നവരാണ്. ഇതെല്ലാം സഹോദരങ്ങളെ ഇതിൽ പെടുന്നുണ്ട് എന്നാണ്. ഇല്ലാ മൻ കസൗതുഹു എന്ന് പറഞ്ഞാൽ ഈ രണ്ടു ഭാഗ്യവും ലഭിച്ചവർ ആരാണ്?
അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വസ്ത്രം അത് ലഭിച്ചിട്ട് അള്ളാഹു പറഞ്ഞതുപോലെ വസ്ത്രം ധരിക്കുന്നവരാണ്. വിശിഷ്യ പ്രത്യേകിച്ചും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരാണ് ഈ വിഷയത്തിൽ ഏറ്റവും വലിയ അപകടത്തിലുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ വസ്ത്രം അള്ളാഹുവിന് തൃപ്തിയില്ലാത്ത രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ കാസിയാത്തുൻ ആരിയാത്തുൻ, ധരിച്ചവരാണ് പക്ഷെ നഗ്നരാണ്. ധരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ധരിച്ചിട്ടുണ്ട്, പക്ഷേ നഗ്നത കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നുകിൽ ഇടുങ്ങിയ വസ്ത്രം ധരിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ നേർക്ക് നേരെ പ്രദർശിപ്പിച്ചുകൊണ്ട്. അവർ ധരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ധരിച്ചിട്ടുണ്ട്, പക്ഷേ നഗ്നരാണ്. അവർക്ക് സ്വർഗത്തിന്റെ പരിമളം പോലും ലഭിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ രൂപത്തിൽ പാലിക്കാത്തവരെല്ലാം കുല്ലുക്കും ആരിൻ, നഗ്നർ തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വസ്ത്രം നൽകിയിട്ടില്ലെങ്കിലും നീ നഗ്നരാണ്. അള്ളാഹുവിന്റെ ഹുക്ം അനുസരിച്ച് നീ വസ്ത്രം ധരിച്ചിട്ടില്ലെങ്കിലും നീ നഗ്നർ തന്നെയാണ്. അതുകൊണ്ട് ഇതിൽ അള്ളാഹുവിന്റെ കൽപ്പന കൂടിയുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന കൂടിയുണ്ട്. എന്ത്? അള്ളാഹു നൽകിയിട്ടുള്ള ഈ വസ്ത്രങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ പ്രകാരം, അവന് ശറഇന്റെ നിയമങ്ങൾ പ്രകാരം ധരിക്കേണ്ടതുണ്ട്. ഇത് ഗൗരവമുള്ള കാര്യം തന്നെയാണ്. ഫസ്തക്സൂനി, അതുകൊണ്ട് നിങ്ങൾ എന്നോടാണ് വസ്ത്രത്തിന് വേണ്ടി ചോദിക്കേണ്ടത്. അത് വസ്ത്രം നേർക്കുനേരെ ലഭിക്കാൻ ചോദിക്കുന്നതും അതുപോലെ അള്ളാഹുവിന്റെ ശറഅ അനുസരിച്ച് അതിനെ ധരിക്കാനുള്ള തൗഫീഖ് കിട്ടാനുള്ള ചോദ്യവും അള്ളാഹു സുബ്ഹാനഹു വ തആലയോടാണ്. അക്സുക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ധരിപ്പിക്കുന്നതാണ് എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പറയുന്ന കാര്യങ്ങൾ, നാം പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം തന്നെ എന്താണ്? അടിമകളുടെ ദുർബലത ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ്. ഹിദായത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കയ്യിലാണ്. അള്ളാഹുവിന്റെ കയ്യിൽ മാത്രമാണ് ഹിദായത്തുള്ളത്. الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمدا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله ഞാൻ പറഞ്ഞു വന്നത്, ഒന്നാമത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിളിയിൽ അള്ളാഹു തആല അടിമകൾക്കുമേൽ ദുൽമിനെ, അക്രമത്തെ നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയുണ്ടായി. രണ്ടാമത്തെ വിളിയിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അടിമകളെല്ലാം തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകിയിട്ടില്ലെങ്കിൽ വഴികേടിലാകുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഹിദായത്തിനെ ചോദിക്കണം, ഞാനാണ് നിങ്ങൾക്ക് ഹിദായത്ത് നൽകുക എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമത്തെ വിളിയിൽ നാം ഇപ്പോൾ കേട്ടു, മുഴുവൻ അടിമകളും അവർ പട്ടിണി പാവങ്ങളാണ്. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഭക്ഷണം നൽകിയിട്ടില്ലായിരുന്നെങ്കിൽ അവർക്കൊന്നും ലഭിക്കുമായിരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നോടാണ് ചോദിക്കേണ്ടത്, ഞാനാണ് നിങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ്. പിന്നീട് പറഞ്ഞത്, സഹോദരങ്ങളെ, അടിമകളെല്ലാം തന്നെ വിവസ്ത്രരാണ്, വസ്ത്രമില്ലാത്തവരാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കണം, അള്ളാഹുവാണ് നിങ്ങളെ ധരിപ്പിക്കുക എന്ന കാര്യമാണ്. അതിനുശേഷം അടിമകളുടെ മറ്റൊരു ദുർബലത, അവർ ഫുഖറാക്കളാണ്, സ്വന്തമായി നിയന്ത്രിക്കാൻ സാധിക്കാത്തവരാണ്, കഴിവില്ലാത്തവരാണ് എന്നറിയിക്കുന്ന മറ്റൊരു കാര്യമാണ് അള്ളാഹു തആല ഉണർത്തുന്നത്. യാ ഇബാദി
അടിമകളെ, ഇന്നക്കും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ, നിങ്ങൾ രാവും പകലും തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. വഅന അഗ്ഫിറു ദുനൂബ ജമീഅ, ഞാൻ നിങ്ങൾക്ക് മുഴുവൻ പാപങ്ങളും പുറത്തു തരുന്നതാണ്. ഫസ്തഗ്ഫിറൂനി, അതുകൊണ്ട് നിങ്ങൾ എന്നോട് പാപമോചനം ചോദിക്കണം. അഗ്ഫിർ ലക്കും, ഞാൻ നിങ്ങൾക്ക് പാപം പുറത്തു തരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. ഇവിടെ പണ്ഡിതന്മാർ പറയുന്നു, ഇവിടെ യാ ഇബാദി വിളിയിൽ അവിടെ മനുഷ്യരും ജിന്നുകളും മാത്രമേ ഉൾപ്പെടുകയുള്ളൂ. നാം നേരത്തെ പറഞ്ഞതുപോലെ മലായിക്കത്തുകളും മറ്റു വസ്തുക്കളും അള്ളാഹുവിന്റെ പടപ്പുകളും ഉൾപ്പെടുകയില്ല. എന്തുകൊണ്ട്? കാരണം മലായിക്കത്തുകൾ അള്ളാഹുവിനെ ധിക്കരിക്കുകയില്ല. ലാ യഅ്സൂന അല്ലാഹ മാ അമറഹും, അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങളിൽ ധിക്കാരം കാണിക്കുന്നവരല്ല മലക്കുകൾ. അതുകൊണ്ട് മലക്കുകളെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്നാണ്. അതുപോലെ മറ്റു പടപ്പുകൾ അവരെ സംബന്ധിച്ചിടത്തോളം മുക്കല്ലഫീങ്ങളല്ല. മൃഗങ്ങളാകട്ടെ മറ്റു വസ്തുക്കളാകട്ടെ അവരാരും തന്നെ അള്ളാഹുവിൻ്റെ ഹലാല് ഹറാമുകൾ നോക്കി ജീവിക്കാൻ ബാധ്യസ്ഥരായ ആളുകളല്ല. അതുകൊണ്ട് ഇവിടെ മനുഷ്യരും ജിന്നുകളുമാണ് ഉൾപ്പെടുന്നത്. ഇന്നക്കും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ, നിങ്ങൾ തീർച്ചയായും, അള്ളാഹു ഉറപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്, തുഖ്തിഊന ബില്ലൈലി വന്നഹാർ, രാവും പകലും തിന്മകൾ ചെയ്യുന്നവർ തന്നെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. സഹോദരങ്ങൾ, ഇത്തരം വാചകങ്ങൾ കേൾക്കുന്ന സമയത്ത് ഇത് തിന്മകൾ ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യമാണ്, അതല്ലെങ്കിൽ നമ്മൾ എന്തായാലും തിന്മ ചെയ്യും അതുകൊണ്ട് അങ്ങനെ ചെയ്യാം എന്ന് ധരിക്കാനല്ല പറയുന്നത്. മറിച്ച് ഇതൊരു താക്കീത് കൂടിയാണ്. നമ്മൾ എത്ര തന്നെ ശ്രദ്ധിച്ചാലും തിന്മകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. തിന്മകൾ വരും, നിങ്ങൾക്ക് തിന്മകൾ സംഭവിക്കും. ആരും സ്വന്തത്തെക്കുറിച്ച് അത്ഭുതം കൂറേണ്ടതില്ല, എനിക്ക് തിന്മകളൊന്നും സംഭവിക്കുകയില്ല എന്നാരും വിചാരിക്കേണ്ടതില്ല. തിന്മകൾ എന്ന് പറയുന്നത് മുഴുവൻ ബനു ആദമിന്റെ മേലും എഴുതപ്പെട്ട കാര്യമാണ്. കാരണം അവർ അത്രയും ദുർബലരാണ്, അക്രമികളാണ്. അതുകൊണ്ടാണ് കുല്ലു ബനി ആദം ഖത്താ, ആദം സന്തതികളെല്ലാം തന്നെ ധാരാളമായി തിന്മകൾ സംഭവിക്കുന്നവരാണ്. വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ, അതുകൊണ്ട് നിങ്ങൾക്കൊരു രക്ഷ മാത്രമേ ഉള്ളൂ. തിന്മകൾ എന്തായാലും സംഭവിക്കും, അത് തീരെ സംഭവിക്കാതിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. നിങ്ങളിൽ സംഭവിക്കുന്നുണ്ട്, നിങ്ങൾ അത്രയും ദുർബലരാണ്. അതുകൊണ്ട് ആ തിന്മകളിൽ നിന്നും നിങ്ങൾ തൗബ ചെയ്യുക, അതാണ് നിങ്ങൾക്ക് രക്ഷാമാർഗം. രക്ഷാമാർഗം തൗബ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഇവിടെയും റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്നക്കും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ, രാവും പകലും നിങ്ങൾക്ക് തിന്മകൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. പണ്ഡിതന്മാർ പറഞ്ഞു, തുഖ്തിഊന ബില്ലൈലി വന്നഹാർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാവും പകലും, അഥവാ ചിലപ്പോൾ രഹസ്യത്തിലും പരസ്യത്തിലും തിന്മകൾ സംഭവിക്കുന്നതാണ്. തുടരെ തുടരെ തിന്മകൾ സംഭവിക്കുമെന്നാണ്. വീടിനകത്താണ് രാത്രി ഉണ്ടാവുക, വീടിന് പുറത്താണ് പകലുണ്ടാകുക. അതുകൊണ്ട് വീടിനകത്തും വീടിന് പുറത്തും തിന്മകൾ സംഭവിക്കുമെന്നാണ്. രഹസ്യത്തിലും തിന്മകൾ സംഭവിക്കും, പരസ്യത്തിലും തിന്മകൾ സംഭവിക്കും. വീടിനകത്തും തിന്മകൾ സംഭവിക്കും, വീടിന് പുറത്തും തിന്മകൾ സംഭവിക്കും. തിന്മകൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അത് നിങ്ങളുടെ മേലെ എഴുതപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഗൗരവത്തിൽ നിങ്ങളത് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് തിന്മകൾ സംഭവിക്കാൻ കൂടുതൽ സാധ്യതയുള്ളവരാണ് നിങ്ങൾ. തിന്മകൾ തീർച്ചയായും സംഭവിക്കും. ഇന്നക്കും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. എന്നാൽ നമുക്ക് സാധിക്കാത്തതായ അബദ്ധങ്ങളെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ശിക്ഷിക്കുന്നതല്ല. അബദ്ധങ്ങൾ ഒരാളിൽ സംഭവിച്ചു പോയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുന്നതല്ല. എന്നാൽ മനഃപൂർവ്വം ഒരാൾ ചെയ്യുന്നതിനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുന്നത്. എന്നിട്ട് റബ്ബിന്റെ വാഗ്ദാനം എന്താണ്? വഅന അഗ്ഫിറു ദുനൂബ ജമീഅ, ഇങ്ങനെ രാവും പകലും തിന്മകൾ സംഭവിച്ചു എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ തിന്മകൾ അവിടെ ബാക്കിയാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തിന്മകളെല്ലാം തന്നെ സഹോദരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം പുറത്തു തരും. അതിനെന്തു വേണം? അതുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്ന തിന്മകൾ പുറത്തു തരിക ഇസ്തിഗ്ഫാറോടുകൂടിയാണ്, തൗബയോടുകൂടിയാണ്. എന്തുകൊണ്ടാണ് അതിങ്ങനെ പറയാൻ കാരണം? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫസ്തഗ്ഫിറൂനി, അതുകൊണ്ട് നിങ്ങൾ എന്നോട് എന്ത് ചെയ്യണം? ഇസ്തിഗ്ഫാർ തേടണം, ഞാൻ പുറത്തു തരും. അഗ്ഫിർ ലക്കും, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തിന്മകളെ സഹോദരങ്ങളെ ഗൗരവത്തിൽ നമ്മൾ കരുതിയിരിക്കേണ്ടതുണ്ട്. അത് നമുക്ക് രാവും പകലും ഒക്കെ സംഭവിക്കുന്നതാണ്. എന്നാൽ ആ തിന്മകൾ സംഭവിച്ചാൽ ഒരിക്കലും നമ്മൾ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശയടയാൻ പാടില്ല. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തിനോട് തിന്മകൾ ചെയ്തു എന്നല്ല പറഞ്ഞു, തിന്മകൾ ചെയ്ത് അധികരിച്ചവരെ, ഒരുപാട് തിന്മകൾ ചെയ്തവരെ, അതിൽ അതിരുവിട്ടവരെ, അവരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല യാ ഇബാദി എന്ന് വിളിക്കുന്നത്. അവരോടാണ് അല്ലാഹു തആല പറയുന്നത് ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, നിങ്ങൾ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശയടയാൻ പാടില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, മുഴുവൻ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും എന്ന് അല്ലാഹു തആല പറയുന്നത്. ഇത് പണ്ഡിതന്മാർ പറഞ്ഞത് ഹാദിൽ ആയത്തു ഫി തായിബീൻ, തൗബ ചെയ്യുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം പുറത്തു തരും. നീ കടുത്ത ശിർക്ക് ചെയ്ത ഒരു വ്യക്തിയാണോ, കടുത്ത കുഫറിലായിരുന്നോ നീ, ഇസ്ലാമിനെ പരിഹസിക്കുന്നവനായിരുന്നോ നീ, എന്തു ആകട്ടെ, തൗബ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. യഗ്ഫിറു ദുനൂബ ജമീഅൻ, മുഴുവൻ പുറത്തു തരും. എന്നാൽ സഹോദരങ്ങളെ, ഷിർക്കിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി പറഞ്ഞു, ഷിർക്ക് ഒരാൾ തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയാൽ ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരില്ല. തൗബ ചെയ്യുകയാണെങ്കിൽ ഷിർക്ക് ഉൾപ്പെടെ അല്ലാഹു തആല പുറത്തു തരും. പക്ഷേ തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരില്ല. കാരണം ഷിർക്കിൽ ജീവിക്കുന്ന എത്രയോ ആളുകൾക്കറിയാം ഇത്
പിന്നെ ശരിയാകാം, ഇപ്പം ശരിയാകും, നാട്ടുകാരെന്നെ ആക്ഷേപിക്കും, നാട്ടുകാരെന്നെ എന്തെങ്കിലുമൊക്കെ പറയും, മോശം പറയും, ഞാൻ വഹാബിയായി എന്ന് പറയും, ആ രൂപത്തിൽ എന്നെ ആക്ഷേപിക്കും, അതുകൊണ്ട് ഇപ്പോൾ ഇതിലൊക്കെ തുടരാം, ഈ ചെയ്യുന്ന ഷിർക്കൊക്കെ പറയാം, ഷിർക്കൊക്കെ ചെയ്യാം എന്ന് ധരിക്കുന്നവരുണ്ട്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു യുശ്റക ബിഹി, നീ ഷിർക്കിൽ മരണപ്പെട്ടാൽ അള്ളാഹ് പുറത്തു തരികയില്ല. നിനക്ക് ജീവിതത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവസരം നൽകിയിട്ടുള്ളത്. ഷിർക്കിൽ നിന്നും കരകയറി തൗബ ചെയ്ത് മടങ്ങാൻ ഈ ജീവിതത്തിൽ മാത്രമേ റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള അവസരം നൽകിയിട്ടുള്ളൂ. നീ ഖബറിലേക്ക് എത്തിയാൽ, മരണപ്പെട്ടാൽ അള്ളാഹു തആല നിന്റെ ഷിർക്ക് പുറത്തു തരികയില്ല. ജീവിതത്തിൽ റബ്ബിനോട് ചോദിച്ച് ഖേദിച്ച് മടങ്ങണം. ചെയ്തു പോയ ഷിർക്ക്, ചെയ്തു പോയ കുഫ്ർ, അത് മരിച്ചതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരികയില്ല എന്നതിന്റെ ഗൗരവത്തിൽ അറിയിക്കുന്നത്, ഷിർക്കിന്റെ ഗൗരവം അറിയിക്കുന്ന ആയത്താണത്. എന്നാൽ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ തെറ്റുകളും ഒരാൾ തൗബ ചെയ്താൽ അത് പുറത്തു കൊടുക്കുന്നതാണ്. അത് വൻപാപങ്ങളാണെങ്കിൽ അള്ളാഹു തആല ഇതുപോലെ ഇസ്തിഗ്ഫാർ കൊണ്ടും തൗബ കൊണ്ടും പുറത്തു കൊടുക്കും. അതിനൊരു കാരണവുമില്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നവർക്കും പുറത്തു കൊടുക്കും. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അതുപോലെ നാളെ പരലോകത്ത് ശഫാഅത്തുണ്ട്, സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൻപാപികളായ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകൾക്ക് അവിടുത്തെ ശഫാഅത്തിൽ ഒരുപാട് ആളുകൾ രക്ഷപ്പെട്ടു പോകും. അതാരൊക്കെയാണ് നമുക്കറിയുകയില്ല. കാരണം അള്ളാഹു ഉദ്ദേശിക്കുന്ന, അവൻ തൃപ്തിപ്പെടുന്ന ചിലരെ മാത്രമേ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുള്ളൂ. അത് മുവഹിദീങ്ങൾ മാത്രമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ചെറിയ പാപങ്ങളാണെങ്കിൽ അഥവാ വൻപാപങ്ങളല്ലാത്ത മറ്റു പാപങ്ങളാണെങ്കിൽ തൗബയും ഇസ്തിഗ്ഫാറും അതുപോലെ നമുക്ക് ബാധിക്കുന്ന മുസീബത്തുകൾ, നമ്മൾ നേരത്തെ ഒരു വിഷയം സംസാരിച്ചതാണ്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ചില സൽപ്രവർത്തനങ്ങൾ, ഇതുകൊണ്ടൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പുറത്തു തരാൻ കാരണമാക്കിയിട്ടുണ്ട്. അപ്പം എന്ത് തന്നെയായാലും സഹോദരങ്ങളെ, അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടുള്ളത് വഅന അഗ്ഫിറു ദുനൂബ ജമീഅൻ, മുഴുവൻ പാപങ്ങളും ഞാൻ നിങ്ങൾക്ക് പുറത്തു തരും. ഫസ്തഗ്ഫിറൂനി, അതുകൊണ്ട് നിങ്ങൾ എന്നോട് പാപമോചനം തേടണം. അഗ്ഫിറു ലക്കും, അള്ളാഹു പറയാണ് ഞാൻ നിങ്ങൾക്ക് പുറത്തു തരും. ഇങ്ങനെ ഒരു ഹദീസ്, ഖുദ്സിയായ ഹദീസ് കേട്ടിട്ട് സഹോദരങ്ങൾ എങ്ങനെയാണ് ഒരാൾക്ക് ചിന്തിക്കാൻ സാധിക്കുക? ഞാൻ പാപമോചനം തേടേണ്ടത് റസൂലുള്ളയോടാണ്, അല്ലെ മാല മൗലൂദുകളിലൂടെ റസൂലുള്ളയോട് ഏറ്റുപറയാണ്, ഞാനിത് ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ട് വരികയാണ് റസൂലെ, താങ്കൾ എൻ്റെ കൈപിടിക്കണം, താങ്കൾ എൻ്റെ കൈപിടിക്കണം, എൻ്റെ പാപങ്ങൾ പുറത്തു തരണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്ന വാചകങ്ങൾ. അതുപോലെ തന്നെ മറ്റു സാലിഹീങ്ങളോട് ഇവർ ചോദിക്കുകയാണ്. ശുഹദാക്കൾ എന്ന് പറഞ്ഞിട്ട്, സാലിഹീങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകളോട് ഇവർ പാപമോചനം ചോദിക്കും. ഈ ഒരു ഹദീസ് സഹോദരങ്ങൾ ഒരു മുൻ ധാരണ ഇല്ലാതെ ഒരാൾ വായിച്ചാൽ അയാൾക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുക? നേരത്തെ ഓതിയ ആയത്തുകളെല്ലാം ഓതിയാൽ ഒരാൾ മനസ്സിലാക്കിയാൽ ഒരാൾക്ക് എന്താണ് അതിൽ നിന്ന് തിരിച്ചറിയാൻ സാധിക്കുക? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരുന്നവനാണ്. അള്ളാഹു അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്, അത് അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട്. അള്ളാഹു മുഴുവൻ പാപങ്ങളും പുറത്തു തരും. അതുകൊണ്ട് അള്ളാഹിനോടാണ് ചോദിക്കേണ്ടത്. എവിടെയെങ്കിലും ഖുർആനിൽ ഒരു സ്ഥലത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാപമോചനം ചോദിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അള്ളാഹിനോട് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, ജീവിച്ചിരിക്കുന്ന കാലത്ത് സ്വഹാബികളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോയിട്ട് അള്ളാഹിനോട് പുറത്തു തരാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് എടുത്തു കൊണ്ടുവന്നിട്ടാണ് മരണശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഗ്ഫാർ തേടാം, പാപമോചനം തേടാം എന്ന് പറഞ്ഞിട്ട് ആളുകളെ വഴിപഴപ്പിച്ചിട്ട് പരിശുദ്ധ ഇസ്ലാമിൽ നിന്നും കൊടിയ ഷിർക്കിലേക്ക്, കാലാകാലം നരകത്തിൽ കഴിയേണ്ടി വരുന്ന കൊടിയ ഷിർക്കിലേക്ക് സഹോദരങ്ങളെ നമ്മുടെ നാട്ടിലുള്ള പല മുസ്ലിയാക്കന്മാരും ജനങ്ങളെ തള്ളിവിടുന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഈ ഹദീസുകൾ വായിക്കുന്ന ഒരു മുഅ്മിന്, ഒരു വിശ്വാസിക്ക് ഒരിക്കലും തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അല്ലാതെ പ്രാർത്ഥിക്കാൻ സാധിക്കുകയില്ല, അള്ളാഹുവിനോടല്ലാതെ ഇസ്തിഗ്ഫാർ തേടാൻ സാധിക്കുകയില്ല, അള്ളാഹുവിനോടല്ലാതെ അവന് തൗബ ചെയ്യാൻ സാധിക്കുകയില്ല എന്ന കാര്യം നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് സുദീർഘമായ ഹദീസാണ്. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. അല്ലാഹു അഅലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.